വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ദൈവമായിരുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ഇന്നും ഇന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ഇന്നും ഇന്നും നമ്മിൽ ജീവിക്കുന്നു. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന സ്വർഗീയ അപ്പച്ച, ഇന്ന് വരെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി പറയുന്നു. ഇന്ന് വരെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും അങ്ങ് തരുന്ന അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. പ്രത്യേകമായിട്ട് നന്ദി പറയാണ് അപ്പച്ച. പ്രത്യേകമായിട്ട് ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈ കട്ടിലപ്പൂർവം പള്ളിയെയും ഇവിടെ ആയിരിക്കുന്ന അച്ഛന്മാരെയും എന്നെ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഇവരുടെ വേദനകളും ആവശ്യങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൻ്റെ ഓരോ തകർച്ചകളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. ഈ മക്കൾക്ക് വേണ്ട വചനങ്ങൾ എന്നിലൂടെ അങ്ങ് കൊടുക്കണമേ. ഞാൻ അയോഗ്യനും കുറവുകളുള്ളവനുമാണ് കർത്താവേ. അങ്ങയുടെ മുമ്പിൽ എൻ്റെ പ്രത്യേകമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നതോടൊപ്പം നീ പള്ളിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കടന്നു വരണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് ഇവരെ അനുഗ്രഹിക്കണേ. അമ്മേ മാതാവേ, അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും വചനം കൊണ്ട് നിറച്ച്, വചനങ്ങളിൽ നിറച്ച് ഇവർ ഓരോരോ ആയിരിക്കുന്ന അവസ്ഥകളിൽ ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അമ്മ തന്നെ ഇവരെ വളർത്തണമേ. പ്രത്യേകമായിട്ട് അമ്മയുടെ നീലങ്കിക്കുള്ളിൽ ഇവരെ പൊതിഞ്ഞു പിടിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥ സഹായം ഇവർക്ക് കൂടെ ഉണ്ടാകട്ടെ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ എന്ന് എന്തൊട്ട് സുഖമാണോ എന്ന് ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഈ ജനന തിരുനാള് ഈ മാതാവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. എന്നാ ബർത്ത്ഡേ എന്നാന്ന്? 8-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കാരിരിക്കുന്ന ഇരിപ്പേ കാണണേ. ചത്ത വീട്ടിലിരിക്കണവരിയ്ക്കണേ. പാട്ട് പാടുമെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി, ഒറ്റണത്തിൻ്റെ മുഖത്ത് ചിരി എന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ചിരിച്ച്, പറ്റിയ ചിരി. ഒന്നുകൂടി ചിരിച്ച്. ഇടവേ, നിങ്ങൾ എന്തിനിത്ര ഏറ് പിടിക്കണേ? എന്തിനിത്ര ഏറ് പിടിക്കണേ? ഒന്ന് ചിരിക്കാമോ? ചിരിച്ചേ. ചേട്ടന്മാരൊക്കെ ഒന്ന് ചിരിച്ചേ. നിങ്ങൾക്കാണ് ഏറ്റവും ഗൗരവം. എനിക്ക് പേടിയാണ് നിങ്ങളോട് സംസാരിക്കാൻ കേട്ടോ. നിങ്ങളുടെ ഈ മുഖം കണ്ടാൽ എനിക്ക് പേടി വരും, അതുകൊണ്ട് പറഞ്ഞതാ. ഒന്നുകൂടി ഒന്ന് ചിരിക്കാമോ? സന്തോഷമായി കേട്ടോ. ചേച്ചിമാർ കൊള്ളാം. താങ്ക് യു കേട്ടോ. ചിരിച്ചതിന് പ്രത്യേകം നന്ദി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് രണ്ടാമത് ഇവിടെ വിളിച്ചതിന് കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ശരിയാകാഞ്ഞിട്ട് ഒന്നും കൂടി വന്ന് ശരിയാക്കിയിട്ട് പോടാ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ജിജോച്ചൻ വിളിച്ചാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആദ്യമേ തന്നെ വിളിച്ചപ്പോൾ തന്നെ ജിജോച്ചൻ വിളിഞ്ഞു, അച്ഛാ കട്ടിലപൂർവ്വത്തുനിന്നാ. ഞാൻ വിളിച്ചത് എന്തേ ഈ പ്രാവശ്യം വരണം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ ഞാൻ വന്നതാണല്ലോ, എന്നാലും കുഴപ്പമില്ല പോരെ. അപ്പം ഞാൻ വിചാരിച്ച കർത്താവേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ശരിയായില്ല, അതുകൊണ്ട് ഒന്നും കൂടി വിളിച്ച് ശരിയാക്കാൻ വേണ്ടി അച്ഛൻ വിളിച്ചതാ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ശരിയായില്ലേ? നിങ്ങൾ നന്നായില്ല എന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആണോ? നന്നായോ? മിണ്ടരുത് കേട്ടോ. നന്നായോ? ഉവ്വ കേട്ടോ. സന്തോഷം കേട്ടോ. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ജീജുവിനെ ഓർക്കുന്നു. അച്ഛന് ക്ഷീണമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ സുന്ദരനായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും കേട്ടോ. എനിക്ക് അച്ഛനെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണ്, കാരണം അച്ഛന് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഒരു പ്രാഗൽഭ്യമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഗൈഡ് ചെയ്യാൻ. ഇത്രയും പേര് നിന്നാലും പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ഗൈഡ് ചെയ്തോളൂന്ന് ഉറപ്പാണ്, 100% കേട്ടോ. നല്ല ക്ഷീണമൊന്നുമില്ല എനിക്ക് തോന്നുന്നു. അല്ല അച്ഛാ? കുഴപ്പമൊന്നുമില്ല. സുന്ദരനായിട്ട്, മുഖത്തിച്ചിരി തേജസ് കൂടിയെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെയാലും കുഴപ്പമില്ല. ഒരു സഹായത്തിന് ഒരു കൊച്ചച്ഛനെ കിട്ടിയിട്ടുണ്ട്. പുള്ളിയും കുഴപ്പമില്ല. ഞാൻ വെച്ച് പുള്ളിയാണ് പ്രസംഗിക്കാൻ പോണേന്ന്.
ഞാൻ വിചാരിച്ച് അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ വിചാരിച്ചു ദൈവമേ ആള് മാറിപ്പോയോ, ഇനിയിപ്പോൾ പുള്ളിയാണോ ഈ പ്രസംഗത്തിക്കാൻ വന്നേക്കണത്. അതുപോലെ കഴിവുണ്ട് കേട്ടോ, പുള്ളി നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. വാരിയെടുക്കാനൊക്കെ പറഞ്ഞേക്കണേ നിങ്ങളോട്. എന്നിട്ട് കൊട്ടയായിട്ടായിട്ട് വന്നേക്കണേ, വാരിക്കൊണ്ട് പോകണ്ടേ. കാരണം അത്രയും കഴിവുണ്ട് പ്രസംഗിക്കാൻ കേട്ടോ. ബെസ്റ്റ് വിഷസ് ലിജിനച്ചാ, നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കത് കേട്ടിരിക്കാൻ തോന്നി. ഞാനിങ്ങനെ തമാശ പറയുന്നുള്ളൂ, പക്ഷെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ലിജിനച്ചൻ. തോമസ് അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഇത്രയും സുന്ദരന്മാരായ അച്ഛന്മാരുള്ളപ്പോൾ നിങ്ങളെന്തിനാ പേടിക്കണേ? അല്ലേ, പേടിക്കണോ? ഇവരുടെ സ്വഭാവം എന്തെന്ന് എനിക്കറിയില്ല കേട്ടോ, എന്നാൽ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇവർ നല്ല മനുഷ്യരാണെന്നാണ് എൻ്റെ വെപ്പ് കേട്ടോ. നല്ല മനുഷ്യരാണ്. കാരണം അവരത്രയും സ്നേഹത്തോടെ ചേർത്തിരുത്തുന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും പേര് വരുന്നേ. അച്ഛന്മാരെ നല്ലതില്ലെങ്കിൽ നിങ്ങളിങ്ങനെ വരുമോ? ഇല്ല. അവരത്രയും സ്നേഹത്തോടെ പറയുമ്പോൾ അവരെ വിഷമിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും പേര് വരുന്നത്. അത് നിങ്ങളുടെ സ്നേഹമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഈ ഹല്ലേലൂയ പറയിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? പറയോ? ഇന്നലെ പൗലോസ് അച്ഛൻ പറയിപ്പിച്ചോ? യെസ് ഓർ നോ? യെസ്. അപ്പം ഞാൻ പറയിക്കണേന് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം പറയണം. പുരുഷന്മാരുടെ മുഖത്തേക്ക് നോക്കിയിട്ടേ ചോദിക്കണേ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം പറയണം. ഇല്ലല്ലോ, ഇനി പൊക്കാത്തവനെ ഞാൻ പിടിക്കും. പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ വലുതരം ഉയർത്തി അമ്പട ചിഞ്ചിനാക്കിടി. കൊള്ളാം കേട്ടോ. ഒരു കാലിലേക്ക് പറഞ്ഞേ, ഒന്നുകൂടിയും പറഞ്ഞേ. 2 കരം ഉയർത്തി. ആർത്തി പിടിക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. പിടിക്ക്. ഒന്നുകൂടിയും പറഞ്ഞേ. ശബ്ദത്തിൽ പറഞ്ഞേ. സൂപ്പർ കേട്ടോ. നിങ്ങൾ എന്തു പറഞ്ഞാലും സൂപ്പറാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു. നല്ല നാട്, നല്ല മനുഷ്യര്, നല്ല പള്ളി, എല്ലാം നല്ലത്. നിങ്ങളും സൂപ്പർ കേട്ടോ. ഈ ധ്യാനത്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ? എന്തോ ഉണ്ടോ? എന്തിനാ ധ്യാനത്തിൻ്റെ ആവശ്യമുണ്ടോ? കൺവെൻഷനൊക്കെ ആവശ്യമുണ്ടോ? ഈ ദിവസങ്ങളിലേക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നോട്ടീസ് കണ്ടിട്ട് കേട്ടോ. എല്ലാ ദിവസവും ഓരോ തിരുമേനിമാരാ. ജിജോച്ചനെ സമ്മതിക്കണോട്ടോ, എങ്ങനെ ഒപ്പിച്ചു എന്നുള്ളത് ഞാൻ ചിന്തിക്കണേ. എല്ലാ ദിവസവും ഓരോ തിരുമേനിമാര്, എല്ലാ ദിവസവും ഗംഭീര വചന പ്രഘോഷകര്. ഞാൻ വിട്ടേര് വേറെ വല്ലവരും പിടിച്ചോ കേട്ടോ. ഞാൻ മാത്രമേ അതിൽ പൊട്ടനുള്ളൂ, ബാക്കിയൊക്കെ സൂപ്പറാ. പൗലോസ് അച്ഛനൊക്കെ പറയുമ്പോൾ ഞാൻ പേടിച്ചിരിക്കുക. ഇന്നലെ എന്നിട്ടാ പറഞ്ഞേ പൗലോസ് അച്ഛൻ? ഇപ്പൊ കാണാം. പൗലോസ് അച്ഛൻ ഇന്നലെ പറഞ്ഞേന്ന്, അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചേ. പൗലോസ് അച്ഛൻ എന്താ പറഞ്ഞേ? ചേട്ടൻ എഴുന്നേറ്റ് സ്റ്റാൻഡപ്പ്. എന്താ ചോദിച്ചേ? ജീവനുണ്ടോന്ന് ചോദിച്ചു. ചേട്ടൻ എന്ത് പറഞ്ഞു? ഉണ്ടെന്ന് പറഞ്ഞോ? കണ്ടാലും തോന്നും. എഴുന്നേറ്റൊക്കെ വേറെ ഒന്നിട്ട് ചോദിച്ചേ, മരിച്ചതാണോ ചോദിച്ചു. ചേട്ടനെ കണ്ടിട്ട് ഇതൊക്കെ ചോദിക്കണേ. പിന്നെ എന്തു പറഞ്ഞു ചേട്ടൻ? അതേന്ന് പറഞ്ഞു. ജീവനുണ്ടോന്ന് ചോദിച്ചു, പറഞ്ഞു അതേന്ന് പറഞ്ഞു. മരിച്ചതാണെന്ന് ചോദിച്ചു, പറഞ്ഞു അതേന്നും പറഞ്ഞു. ഇത് രണ്ട് വൈരുദ്ധ്യങ്ങളല്ല ചേട്ടാ. പിന്നൊന്നോട് ചോദിച്ചേ, ഇങ്ങടെ വന്നേ. കുറെ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം പറയാൻ പറ്റുമെന്ന്, പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞോ? ചേട്ടന് മനസ്സിൽ തട്ടിയ ഒരു പോയിന്റ് പറഞ്ഞേ. ചേട്ടൻ സൂപ്പറാന്ന് എനിക്കറിയാം. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക, ഈ 2 ബ്ലാക്കും സൂപ്പറാണ് കേട്ടോ. ചേട്ടൻ്റെ മനസ്സിൽ തട്ടിയൊരു പോയിന്റ്. തട്ടിയ പോയിന്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഏതാ പറയാണ്ടിരിക്കുക, ഏതാ പറയുക? എല്ലാം മനസ്സിൽ തട്ടിയതാ. എല്ലാം തട്ടിയതിൽ ഒരു തട്ടിയത് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ ജീവനെന്താന്ന് ചോദിച്ചു അച്ഛൻ. ജീവനെന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യന് ദൈവം ജീവൻ ഊതി കൊടുത്താന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു യേശുക്രിസ്തുവാണ് ജീവൻ എന്ന് പറഞ്ഞു. പൗലോസ് അച്ഛൻ പറഞ്ഞതിൽ എന്താ മനസ്സിലാവുകയും ചോദിച്ചേ? എല്ലാം ഒരുതായും എല്ലാം മനസ്സിലായി. ചേട്ടൻ സൂപ്പറാ. കയ്യെന്നേ. ചേട്ടൻ്റെ പേരൊന്നൂട്ടാ? പൗലോസ്. എൻ്റെ അപ്പൻ്റെ പേരും അതന്നെ. ഇന്നലെ വന്ന അച്ഛൻ്റെ പേരും പൗലോസാ. ഓ, കാണാനുണ്ട്. പൊക്കോ. ഇപ്പുറത്തെ വന്ന് അന്നിരുന്നോ? ബാഗിരുന്നോ കേട്ടോ. വന്നവർക്ക് ആർക്കാ മനസ്സിലായേ? ഈയിടെ ഇന്നലെ ഈ പൗലോസ് അച്ഛൻ ഞങ്ങളൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമായിട്ട് കാണുന്നൊരു മനുഷ്യനാണ് കേട്ടോ. വർഷങ്ങളോളം വചനം കൊണ്ട് അമ്മാനമാടുന്നൊരു മനുഷ്യനാ.
ഒത്തിരി പേരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചൊരു മനുഷ്യനെ ഈ പൗലോസച്ചൻ. ഞാനൊക്കെ അച്ഛൻ്റെ പ്രസംഗങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് കേട്ടു തുടങ്ങിയതാ. അതുകൊണ്ട് ചോദിക്കുക, എന്തുട്ടെന്നല്ല പറഞ്ഞേന്ന്? ഓ എൻ്റെ കർത്താവേ, ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി, ഒരു കാര്യം പറഞ്ഞാൽ മതി, ഒരു കാര്യം പറഞ്ഞാൽ മതി, ഒരു കാര്യം. സ്ത്രീകളോട് ചോദിച്ചില്ല എന്നുള്ളൊരു പരിഭവം വേണ്ട. ഒരു കാര്യം ആർക്കെങ്കിലും. യാ സ്റ്റാൻഡപ്പ്. സുന്ദരൻ കേട്ടോ, ഇങ്ങോട്ട് വന്നേ. എനിക്കത് ചോദിച്ചിട്ടെങ്കിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് വാ. നല്ല ഒത്ത തടി, വാ. നല്ല സുന്ദരനല്ലേ? എനിക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ഭംഗിയില്ലേ? എന്തൊട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ക്രിസ്തുവാകുന്ന ജീവൻ അത് നമ്മിൽ നിന്ന് വിട്ടുപോയാൽ നമ്മളും മരിക്കും ആത്മാവിൽ. അതിനെ വിട്ടുപോകാതെ തന്നെ നമ്മളിലേക്ക് എന്നും ചേർത്ത് നിർത്തണം. അതാണ് അച്ഛൻ പറഞ്ഞത്. സാർ ചേട്ടൻ്റെ പേരെന്നോട്ടാ? റെജി. ഒരു നല്ല കൈഡി കൊടുത്തേ. വെട്ടിക്കെട്ട് ശബ്ദം, വെട്ടിക്കെട്ട് ശരീരം, വെട്ടിക്കെട്ട് സുന്ദരൻ. കേട്ടോ? പൊക്കോ. ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല രസമായിട്ട് പറഞ്ഞല്ലേ? ഞാൻ പറയുന്നത് നമുക്ക് ഈ കൺവെൻഷനൊക്കെ ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ എത്രത്തോളം അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത. ഇപ്പൊ റിജി ചേട്ടനെ കുറിച്ച് എനിക്ക് അഭിമാനമാണ് കേട്ടോ. ഈ ചേട്ടനെ കുറിച്ചും പൗലോസ് ചേട്ടനെ കുറിച്ച് അഭിമാനാ. കുറെ പോയിന്റ് കിട്ടി. ഏതാ കിട്ടണില്ല, പറയാൻ പറ്റാത്തോണ്ടാ. അറിയ പൗലോസ് ചേട്ടൻ്റെ മനസ്സെന്നറിയ പോയിന്റാ, പക്ഷെ കിട്ടാത്തോണ്ടാ കേട്ടോ. റിജി ചേട്ടനെ അത് കൃത്യമായിട്ടൊരു പോയിന്റിൽ ഒതുക്കി. ഇനി ആർക്കെങ്കിലും, സ്ത്രീകളായിട്ടുള്ള അത്രയും പേരെങ്കിലും, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇന്ന് പള്ളി നിറച്ച ആൾക്കാരുണ്ട്. ഭയങ്കര സന്തോഷമായി എനിക്ക്. നിങ്ങൾ ഇത്രയും ഗംഭീരമായിട്ട്, എനിക്കിപ്പോൾ എല്ലാ ദിവസവും ഓരോ യാക്കോബറ്റ് പള്ളിയിലാ, എല്ലാ ദിവസവും ഇങ്ങനെ 7 ദിവസം 7 പള്ളിയിലാ എനിക്കിപ്പോൾ ഇന്ന് വചന ശുശ്രൂഷ, മാതാവിൻ്റെ ജന്മത്തിരുന്നാളനുസരിച്ച്. ഞാൻ ചോദിക്കുക, സ്ത്രീകൾക്ക് ആർക്കെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാൽ മതി. സ്റ്റാൻഡപ്പ്. കമോൺ. സുന്ദരിയാ, വാ. തിളങ്ങണ സാരിയൊക്കെ ഉള്ളോ? മാതാവ് ഞെട്ടും. നിന്നെ നോക്കി, സൂക്ഷിച്ചു നോക്കി, നിനക്ക് ജീവനുണ്ട്, പക്ഷെ നീ മരിച്ചവനാണ്. ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ നിന്നെ നോക്കി. ഞാൻ നിന്നെ നോക്കിയെന്നോ? ആര്? ദൈവം നോക്കിയ കാര്യം. ഞാൻ വിചാരിച്ചു ഞാൻ നിന്നെ നോക്കി, എന്നോടാ പറയണേന്ന്. ഞാൻ നിന്നെ നോക്കി, സൂക്ഷിച്ചു നോക്കി, പക്ഷെ ജീവനില്ലെന്നോ? ജീവനുണ്ട്, പക്ഷെ നീ മരിച്ചവനാണ്. ജീവനുണ്ട്, നീ മരിച്ചവനാന്നോ? ദൈവം ആരെ നോക്കി പറഞ്ഞു? ചേച്ചിനെ കുറിച്ചാണോ? അല്ല, സിദ്ധിക്കുന്ന സഭയെ നോക്കി. സഭയെ നോക്കി, നമ്മളെല്ലാവരും നോക്കി പറഞ്ഞു. ചേച്ചിക്ക് എന്താ മനസ്സിലായി? നമ്മുടെ ജീവിതം. ചേച്ചിയുടെ പേരെന്നാ? എൻ്റെ പേര് സൂസൻ. സൂസൻ. വെട്ടിക്കെട്ട് പേരാ. പറ. നമുക്ക് മനസ്സിലാക്കിയത്, നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് ജീവനുണ്ട്, നമ്മളെല്ലാം അറിവുള്ളവരാണ്, കഴിവുള്ളവരാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആത്മാവിൽ മരിച്ചവരാണ്. പാപം ചെയ്ത് പാപത്തിൽ നമ്മൾ മരിക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കണോ? മനസ്സിലായി? പൊക്കോ. അല്ല, കയ്യടിച്ചില്ലേ സൂസൻ ചേച്ചിക്ക്? കയ്യോടെ കൊടുക്കേ. ജീവിതത്തിൽ നിങ്ങൾ ഇന്നലെ ധ്യാനം കൂടി, ഇന്നും ഒരു കൺവെൻഷൻ വന്നിട്ടുണ്ട്. ഞാൻ പൗലോസച്ചൻ്റെ അത്രയൊന്നും പറയാനുള്ള കഴിവുമില്ല, പ്രാപ്തിയുമില്ല, അറിവുമില്ല. എനിക്ക് ഉള്ള കുറച്ച് വചനം പറയും. നിങ്ങൾക്ക് കേൾക്കുന്നത് മനസ്സിലാക്കി തരാൻ ഞാൻ പരിശ്രമിക്കാം. പറ്റാവുന്നിടത്തോളം പരിശ്രമിക്കാനായിട്ട് നോക്കുക കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഗായക സംഘം പാട്ട് പാടി, ഗംഭീര പാട്ട് കേട്ടോ, സൂപ്പർ കേട്ടോ, ഗംഭീര പാട്ട്. അവസാനം പാടിയ പാട്ട് ഏതാ? എന്തൊട്ട് ഇപ്പൊ പാടി പാട്ട് ഏതെന്ന പോലെ പറയാൻ പാടില്ല കർത്താവ്. അവസാനം പാടിയ പാട്ട് ഏതാ? ആദിയിൽ ദൈവവചനല്ല, അതിന് മുമ്പ് പാടിയ പാട്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട വളരെ മർമ്മപ്രധാനമായ ഒരു സത്യം അത്. ഈശോ എൻ കൂടെയുണ്ട്. അടുത്ത പറയുന്നോട്ടാ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ. മിണ്ടരുത് കേട്ടോ, മിണ്ടരുത്. ഇതിങ്ങനെ ഇരുന്നോളണം. പറ. പരിഹാരം എനിക്കായി
നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിനെന്ന്? നന്മയ്ക്കായി. ആരും നിങ്ങൾ ചോദിക്കാറില്ലേ? എന്തിനാന്ന് ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഞാൻ ഇന്നലെ എനിക്കൊരു കോള് വന്നേ. എനിക്കൊരു ചേച്ചി വിളിച്ചതാ. വളരെ സങ്കടകരമായൊരു ജീവിതത്തിന്റെ പ്രശ്നം പറയാൻ വേണ്ടി വിളിച്ചതാ. മിക്കവാറും ഒത്തിരി പേരിങ്ങനെ വിളിക്കും, പല പ്രശ്നങ്ങളും പറയാൻ, പല സങ്കടങ്ങളും പറയാൻ. പലപ്പോഴും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാറില്ല. എല്ലാ ദിവസവും ഈ കൺവെൻഷനും ധ്യാനം ആയതുകൊണ്ട് ചിലപ്പോൾ പകലായിരിക്കാം, വൈകുന്നേരം ആയിരിക്കാം, മിക്കവാറും ഫോൺ എടുക്കാൻ പറ്റാറില്ല. ഈ ചേച്ചി എടുത്തപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാ, അച്ഛാ എന്തിനാ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യണേ? ഞാൻ എന്താ ചെയ്തേ? എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? 25 വർഷമായി അച്ഛാ, 25 വർഷമായി. എന്തിനാ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യണേ? ഞാൻ ചോദിച്ചാൽ എന്തിയേ? അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചാൽ എന്തിയേ? അച്ഛാ എന്തിനാ ഇങ്ങനൊരു ജീവിതം? മടുത്തു, ജീവിച്ച് മടുത്തു. എന്തിനാ ഇത്രയും കഷ്ടപ്പാട്? എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട്? എന്താ ഞാൻ ചെയ്യണ്ടേ? അച്ഛൻ പറ, എനിക്ക് ഉത്തരം പറഞ്ഞാ. ഞാൻ പറഞ്ഞു, ചേച്ചി എന്താ പ്രശ്നം? അച്ഛനൊരു ഉത്തരം പറയുന്നോട്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അത്. സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ അടിപതറും. ശരിക്കും ജീവിതത്തിൽ ഒരു തകർച്ച നേരിടുമ്പോൾ, ഇച്ചിരി കടബാധ്യത വരുമ്പോൾ നമ്മളങ്ങോട്ട് പേടിക്കും. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആകെ ആടി ഉലയും നമ്മൾ. ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? ശരിയാ. എന്തിനാ? ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? ഉത്തരം പറ. സ്ത്രീകളും മിണ്ടാതിരിക്കും, പുരുഷന്മാര് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? ഇല്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്തോ കേട്ടില്ല? മിണ്ടാതിരുന്നടാ. അവര് പുരുഷന്മാര് നല്ല പയ്യല്ല കേട്ടോ, സൂപ്പർ. അവനെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവൻ ഉത്തരം പറയണേ. നീ എന്നോട് ചോദിക്കാം, കുട്ടികളോട് ചോദിക്കും, പുരുഷന്മാരോട് ചോദിച്ചേ. നിന്നെ മനസ്സിലായി? നിന്നെ സൂപ്പറല്ലേ നീ? അതുകൊണ്ട് അന്ന് ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നോ? ഓ എൻ്റെ കർത്താവ്, 1 വർഷം കഴിഞ്ഞൂടാ. അവനിപ്പോഴും പിടിച്ചത് ഓർത്തുകൊണ്ടിരിക്കുക. എൻ്റെ കർത്താവ്, ഞാൻ ഓർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ഉത്തരം പറഞ്ഞേ, നമുക്ക് വർത്തമാനം പറയാട്ടോ കഴിഞ്ഞിട്ട്, സമയമുണ്ട്. ഓക്കെ. ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? എല്ലാവരോടും കൂടിയാ. ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? പേടിക്കോ? ഇല്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്തോ എന്തോ? ഓ ശബ്ദമില്ല. എന്തോ? ദൈവം കൂടെയുള്ള മനുഷ്യൻ ടെൻഷൻ അടിക്കോ? ടെൻഷൻ അടിക്കോ? ടെൻഷൻ അടിക്കോ? ഇല്ല. നിങ്ങൾക്ക് ടെൻഷൻ അടിക്കോ? ദൈവം കൂടെ ഉണ്ടാ? തേങ്ങയുണ്ട് കൂടെ. ജീവിതത്തില് നിങ്ങൾ എപ്പോഴും ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, വേദനകളും ഉണ്ട്, സഹനങ്ങളും ഉണ്ട്, കുരിശുകളും ഉണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കേ, ഒന്ന് കൈവക്കേ, കൈവക്ക്. എല്ലാത്തിനും പ്രശ്നമാണ്. നിങ്ങൾക്കൊക്കെ എന്നാ പ്രശ്നം? ഗ്യാങ്സ് എന്ത് പ്രശ്നമാന്ന്? മുള്ളൂട്ടി എഴുന്നേറ്റെന്നേ, സ്റ്റാൻഡപ്പ്. എന്ത് പ്രശ്ന? പിന്നെന്തിനാ കൈവാക്കാഞ്ഞേ? പോട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ടടവേ. പ്രശ്നങ്ങളില്ലാത്ത ആരും ഇവിടെ ഇരിക്കണില്ല. എനിക്ക് നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയാനുള്ളതറിയോ? ജീവിതത്തിൽ എന്ത് വന്നാലും നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ എന്ത് വന്നാലും നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ നോക്കിക്കൊള്ളും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചത് നിങ്ങളുടെ കഴിവുകൊണ്ടാണോ? കഴിവുകൊണ്ടാണോ? പ്രാപ്തി കൊണ്ടാണോ? അധ്വാനം കൊണ്ടാണോ? നിങ്ങളുടെ മാത്രം ആത്മാർത്ഥത കൊണ്ടാണോ? അല്ല. നിങ്ങൾ ജീവിതത്തിൽ നേടിയതും ഉണ്ടാക്കിയതും വെച്ചുപിടിപ്പിച്ചതും കഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്നതും എല്ലാം ദൈവം തന്നതാ. ഇനിയുള്ള ജീവിതത്തിലും ആ ദൈവം നിങ്ങളെ നോക്കിക്കോളും. ജീവിതത്തിൽ എന്ത് വന്നാലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കേ. ഇന്ന് എന്തോരം മനുഷ്യനാന്നറിയോ ടെൻഷൻ അടിക്കണേ? എത്ര പേരാന്നറിയോ ഫോൺ വിളിക്കണേ? അച്ഛാ പ്രാർത്ഥിക്കച്ചാ, പ്രാർത്ഥിക്കച്ചാ, പ്രാർത്ഥിക്ക്. പറ്റണില്ല അച്ഛാ, പറ്റണില്ല, ജീവിക്കാൻ പറ്റണില്ല.
എന്തിനാ ഇങ്ങനെ ജീവിതം? എന്തിനാ മരിച്ചാ മതി? എന്തിനാ ഞാൻ ജീവിച്ചിട്ട്? ചോദ്യങ്ങൾ ഇങ്ങനെ ഒത്തിരിയാ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം എടുക്കാമോ? റോമർ 8:31. പെട്ടെന്ന് എടുക്കണം കേട്ടോ. ആകയാൽ ഇവയെ കുറിച്ച് നാം എന്തു പറയേണ്ടു? അതെവിടെ നിന്നത്? ഓക്കെ. എൻ്റെ മോള് വായിച്ചോ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? തന്റെ പുത്രനിൽ ദയ കാണിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ. മാലാക വായിക്കണോ അല്ലേ? ഈ വെള്ളം തന്നെ വരില്ലേ അതുപോലെ വായിക്കുന്നേ. ഇച്ചിരി കടുപ്പിച്ചോണ്ട് വായിച്ചു. നീ ഇരുതല വാളിനേക്കാളും കേറട്ടെ. തന്റെ പുത്രനിൽ ദയ കാണിക്കാതെ. അല്ല, ഒന്നുകൂടി തുടക്കം തൊട്ട് വായിക്കാം. എന്റെ മുത്ത് വായിക്കി. ആകയാൽ ഇവയെ കുറിച്ച് നാം എന്തു പറയേണ്ടു? ആകയാൽ ഇവയെ കുറിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. ആ വചനം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? പ്രതികൂലം ആര്? ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നീ എന്തിനാ വിഷമിക്കണേ? ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ എന്തിനാ സങ്കടപ്പെടണേ? ദൈവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിന്റെ മക്കളുടെ ഇടയിലുണ്ടെങ്കിൽ നീ എന്തിനാ പേടിക്കണേ? അപ്പൊ ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം നിന്റെ ജീവിതത്തിൽ. അപ്പൊ നീ പേടിക്കണ്ട. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ, സങ്കടങ്ങൾ ഉണ്ടാവുന്നേ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ക്രിസ്ത്യാനിയായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന്? ഉണ്ടാവില്ലേ? ഉണ്ടാവോ? യെസ് ഓർ നോ? ഉണ്ടാവോ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ഒരു ദിവസം ഉണ്ടാവോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ അതിനോർത്ത് ചിന്തിക്കേണ്ട കേട്ടോ. സുഖിച്ച് മാത്രം ജീവിക്കാനാണെങ്കിൽ ക്രിസ്ത്യാനി ആവാൻ പറ്റില്ല. സന്തോഷം മാത്രമാണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, 5-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കൊച്ച് 6-ാം ക്ലാസ്സിലേക്കാണ് പോണേ, 4-ാം ക്ലാസ്സിലേക്കാണ് പോണേ? 6-ാം ക്ലാസ്സിലേക്ക് പോണേ. 5-ാം ക്ലാസ്സിലെ പരീക്ഷയാണ് ബുദ്ധിമുട്ട്, 6-ാം ക്ലാസ്സിലെ പരീക്ഷയാണ് ബുദ്ധിമുട്ട്? 6-ാം ക്ലാസ്സിലെ പരീക്ഷ ബുദ്ധിമുട്ട്. നിങ്ങൾ ചിന്തിക്കണം, ഓരോ ദിവസവും നിങ്ങൾ കയറി പോകുന്നത് പഴയതിനേക്കാളും വലിയ പരീക്ഷയിലേക്കാ കേട്ടോ. നിങ്ങൾ ഓർക്കണം, ചെറുതല്ല, വലുതിലേക്കാ പോയിക്കൊണ്ടിരിക്കണേ. ജീവിതം നിങ്ങൾ ചിന്തിക്കും, ദൈവമേ ഇപ്പൊ മാറും, ഇപ്പൊ മാറും, ഇപ്പൊ മാറും, ഇപ്പൊ ശരിയാകും, ഇപ്പൊ ശരിയാകും. ശരിയാകില്ലടോ, ഇതിങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുന്നേ. അപ്പൊ നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നീ തമ്പുരാന്റെ മുമ്പിൽ പോയിരിക്കണം. ജീവിതത്തില് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും, പ്രയാസങ്ങളുണ്ടെങ്കിലും, സങ്കടങ്ങളുണ്ടെങ്കിലും നീ തമ്പുരാന്റെ അടുത്ത് പോയിരുന്നു നോക്കേ. നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്ന 2 സഹോദരിമാരുണ്ട്, മർത്തയും മറിയവും. അറിയോ ആരാ? ലാസറിന്റെ അനീത്തിമാര്. കൂട്ടക്കൊള്ളാം കേട്ടോ. ലാസറിന്റെ അനീത്തിമാര് നല്ല നല്ല കൊച്ചങ്ങളാ കേട്ടോ. ലാസറിന്റെ അനീത്തിമാര്. ഇവര് ഒരിക്കലും ഈശോ അവരുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അവരെന്ത് ചെയ്യായിരുന്നു? മർത്ത എന്ത് ചെയ്തു? ദേ ഇരിക്കണ തേങ്ങ വിഴിഞ്ഞല്ലേ. മർത്ത എന്ത് ചെയ്തു? മറിയ എന്ത് ചെയ്തു? എന്തോ നിങ്ങളുടെ കൈകളിലിരിക്കുന്നത് സത്യവേദ പുസ്തകം തന്നെയല്ലേ? അതിടയ്ക്കൊക്കെ തുറക്കണത് നല്ലതാ. ഇഞ്ഞൊന്ന് പറഞ്ഞേ, മറിയ എന്ത് ചെയ്തു? ഇങ്ങോട്ട് നോക്കണ്ടല്ലോ, അങ്ങോട്ട് നോക്കാം. മറിയ എന്ത് ചെയ്തു? ഈശോയുടെ അടുത്തിരുന്നു. പാദപീഠത്തെങ്കിലിരുന്നു. ചേച്ചി കൊള്ളാം കേട്ടോ. മർത്തയോ പല കാര്യങ്ങളെ കുറിച്ചും വ്യാകുലപ്പെട്ടിരുന്നു. എന്നിട്ട് ഈ മർത്ത പോയിട്ട് ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ നിന്റെ ആ മറിയത്തെ, അടുത്തിരിക്കണ മറിയത്തെ ഇങ്ങോട്ട് പറഞ്ഞുവിട്, വീട്ടിൽ ഇഷ്ടം പോലെ പണിയെടുക്ക. ഈശോയുടെ ഡയലോഗ് എന്തായിരുന്നു? പറ മർത്ത, മർത്ത നീ സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് ചേട്ടായി സ്റ്റാൻഡപ്പ്. മർത്ത, മർത്ത പലതിനെ കുറിച്ച് വിചാരപ്പെടേണ്ടത്. കറക്റ്റ് ഉത്തരം തന്നെയാ പറഞ്ഞു കേട്ടോ. മർത്ത, മർത്ത നീ പലതിനെ കുറിച്ചും വ്യഗ്രചിത്തയും ഉത്കണ്ഠാകുലയുമായിരിക്കുന്നു. അച്ഛൻ പറയുമ്പോൾ POC ബൈബിൾ ആയിരിക്കും പറയുക. നിങ്ങൾ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും വ്യഗ്രചിത്തയുമായിരിക്കുന്നു. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുക്കും. മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം എന്താ? ഈശോയുടെ അടുത്തിരുന്നു എന്നുള്ളതാ കേട്ടോ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഇടയിൽ മർത്തമാരുണ്ട്, മറിയന്മാരുണ്ട് കേട്ടോ. മർത്തമാരാണെന്നുള്ളവർ കൈവക്കേ.
ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ, ഭയം, ആകുലത, എപ്പോഴും സങ്കടം അങ്ങനെ പെട്ടിരിക്കുന്നവരാണെങ്കിൽ മർത്തമാരാ. മറിയാണെങ്കിൽ എന്തു വന്നാലും ഈശ്വര അടുത്തിരിക്കുന്നവരാ. മർത്തയാണെന്നുള്ളവര് കൈവക്ക്. രണ്ടും ഘട്ടങ്ങളുണ്ടാവും കേട്ടോ. മർത്തയാണെന്നുള്ളവര് കൈവക്കാൻ. മർത്ത നോട്ട് അണ്ടർസ്റ്റാൻഡ്? മർത്തയാണെന്നുള്ളൊരു കൈവക്കാൻ. ഒത്തിരി ടെൻഷൻ അടിക്കുന്നവര്, ആകുലപ്പെടുന്നവര്, കരയുന്നവര്, വേദനിക്കുന്നവര്, അങ്ങനെയുള്ളവരൊക്കെ മർത്തമാരാ. കൈവക്ക്. ഒറ്റണം പൊക്കില്ല കേട്ടോ, നോക്കിക്കോ. ഒരു മർത്തമാരും ഇല്ല. ഒരു കൊച്ചുണ്ട് സത്യസന്ധമായിട്ട് ഒരു സ്ത്രീ പൊക്കിയിട്ടുണ്ട്. അത് പൊക്കിക്കോ, സന്തോഷത്തോടെ പൊക്കിക്കോ. ഞാനൊക്കെ ഇടയ്ക്ക് മർത്തയാവാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞു 2 സ്ത്രീകൾമാരുണ്ട്. ബാക്കി എല്ലാം മറിയന്മാരാ. ഓ പാറ്റിയ സാധനങ്ങള്. ഒന്നുകൂടി ചോദിച്ചോക്കട്ടാ, മറിയാണെന്നുള്ളൊരു കൈവക്ക്. എൻ്റെ കർത്താവേ, ഇതിൽ പലതും മോഴകളാ, രണ്ടും കെട്ട ഐറ്റങ്ങളാ, ഒന്നും സ്ഥിരതയുള്ളതില്ല കേട്ടോ. ഞാൻ ഒന്നെങ്കിൽ ചുവപ്പ്, അല്ലെങ്കിൽ ചൂടുണ്ടാവണം, അല്ലെങ്കിൽ തണുപ്പുണ്ടാവണം. ഇത് രണ്ടും പാടില്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോ മർത്തയെ പോലെ ആയിരിക്കും, ചിലപ്പോ മറിയത്തെ പോലെ ആയിരിക്കും. അത് രണ്ടും പാടില്ല, ഒന്നേ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ഏതിനെ പോലെയാ? മർത്തയെ പോലെയാ. ഞാനതാ പറഞ്ഞത് നിങ്ങളുടെ. അതുകൊണ്ട് നിങ്ങളുടെ ആദ്യമേ ചോദിച്ചത് നിങ്ങൾ ടെൻഷൻ അടിക്കാറുണ്ടെന്ന് വെച്ചപ്പോൾ എല്ലാം പറഞ്ഞു ഉണ്ട്. ഭയം ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും മർത്തമാരല്ലേ? ഈരിക്ക കൊട്ടത്തേങ്ങ പോലെ എല്ലാം കൂടി. അപ്പൊ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നീ ചിന്തിക്കണം, ഞാൻ മറിയത്തെ പോലെ ദൈവത്തിന്റെ അടുത്തിരുന്നാൽ എൻ്റെ ജീവിതത്തിന് രക്ഷയുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം ഒന്നെടുത്തേ. 14:1. നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഒന്നുകൂടി ആ വചനം നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞേ. നിങ്ങളുടെ ഹൃദയം, ഉച്ചത്തി പറയണവേ, നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ ഈശോയിലും വിശ്വസിപ്പിൻ എന്നാക്കണം കേട്ടോ. സൈഡിലുള്ളവർക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തേ, ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തേ. പോലീസേട്ടാ കൊടുക്ക്. ഷെയ്ക്കാൻ്റെ കൊടുത്താ ഒരെണ്ണത്തിന് കൊടുത്താൽ മതി, ലോകത്തുള്ള എല്ലാത്തിനും കൊടുക്കണ്ട. ഒരെണ്ണത്തിന് കൊടുത്താൽ അതിന് പിടിക്ക്, ആ കൈ പിടിക്ക്. പോലീസേട്ടാ അതിന് കൈ പിടിച്ചേ, കൈ പിടിക്ക്, ആ കൈ പിടിക്ക്. മുള്ളൂട്ടി പിടിക്ക്, കൈ പിടിക്കാൻ. മുഖത്തേക്ക് നോക്ക്, അതിൻ്റെ മുഖത്തേക്ക് നോക്ക്, അതിൻ്റെ മുഖത്തേക്ക് നോക്ക്. എൻ്റെ മുഖത്തേക്ക് ഒന്നിട്ട് നോക്കണം, അങ്ങോട്ട് നോക്ക്. എന്നിട്ട് അതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ, വിശുദ്ധ യോഹന്നാൻ 14:1. എന്നിട്ട് വചനം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഹൃദയം, അയാളുടെ മുഖത്തേക്ക് പറ, നിങ്ങളുടെ ഹൃദയം, നിന്റെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, ഈശോയിലും വിശ്വസിപ്പിൻ. ഒന്നുകൂടി പറഞ്ഞേ, നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, ഈശോയിലും വിശ്വസിപ്പിൻ. ഒന്നുകൂടി പറ കേട്ടോ, ഞാൻ പറഞ്ഞു തന്നെ പറയാം. അതുകൊണ്ട് സങ്കടപ്പെടരുത്, വിഷമിക്കരുത്. ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. ഒന്നുകൂടി പറ, ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. ഒന്ന് ചിരിക്കുക, അയാളെ നോക്കി. മറ്റേ ചിരിയ വിട്ടോ. ജീവിതത്തിൽ നീ എപ്പോഴും ഓർക്കണം, നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, എൻ്റെ അപ്പന് ക്യാൻസർ ആണെന്നും അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നും നിങ്ങളോട് പറഞ്ഞിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം കൂടി കൂടുതൽ വന്നിട്ടുണ്ട്, കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് കേട്ടോ. കുറച്ച് നാൾ മുമ്പ്, 2-3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്കും കൂടി വന്നു. ഹാപ്പി ആയിട്ട് ഇപ്പോൾ ജീവിക്കുന്നത് കേട്ടോ. സ്ട്രോക്കും കൂടി വന്നു എൻ്റെ അമ്മയ്ക്ക്. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയായി, പൂർത്തിയായി. ഞാൻ നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പള്ളിയിൽ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു 4 ദിവസം. അപ്പം എൻ്റെ അപ്പൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ, ഞാനിപ്പോഴും ഫോണിപ്പോൾ കൈ പിടിക്കും. കാരണം വീട്ടിൽ അപ്പനമ്മയും മാത്രം ഉള്ളതുകൊണ്ട് പേടിയാ എന്തെങ്കിലും സംഭവിച്ചാൽ. ഞാനിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് അപ്പൻ്റെ കോള് വരിക. ഒരു 9:30 കഴിഞ്ഞപ്പോഴേ കോൾ വിളിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ എടുത്തില്ല, ഞാനിങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ അത്ര ദിവസങ്ങളൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. 4-5 വർഷങ്ങളായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്നതാ. പക്ഷെ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കോള് വന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പം വിളിക്കുക. അവസാനം ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു.
ഒരു 10 മണി 10:15 ഇപ്പൊ ധ്യാനം കഴിഞ്ഞ് ഞാൻ പള്ളിമേടയിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഫോൺ സ്വിച്ച് ഓണാക്കി വഴി അപ്പൻ്റെ കോള് വരാം. കോളെടുത്തു. ഞാൻ എടുത്ത വഴിക്ക് ഞാൻ അപ്പനോട് ചൂടാവാ. അപ്പൊ അപ്പനോട് ഞാൻ പറഞ്ഞാലേ ഞാൻ ധ്യാനിപ്പിക്കാൻ പോയതാന്ന്, പിന്നെ എന്തിനാ അപ്പം വിളിക്കണേ? അപ്പം പറഞ്ഞു, എടാ അമ്മ ഇവിടെ ബോധമില്ലാണ്ട് വീണ് കിടക്ക, അപ്പനെന്തൊട്ടാ ചെയ്യാ? ഞാൻ പറഞ്ഞു, അപ്പ ഞാൻ തിരുവനന്തപുരത്താ, ഞാൻ വരുമ്പോഴേക്കും 5 മണിക്കൂറാവും, ഞാൻ എന്ത് ചെയ്യാനപ്പാ? മോനെ അപ്പനൊന്നും വയ്യ, മോനെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ അപ്പം തന്നെ അപ്പനോട് പറഞ്ഞു, ഫോൺ വെക്ക്. ഞാൻ എന്നിട്ട് എൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ, എനിക്ക് നാട്ടിൽ ഫ്രണ്ട്സ് വളരെ കുറവാ, ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ എൻ്റെ കൂട്ടുകാരൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലാമോ? അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, എന്താടാ? എൻ്റെ അമ്മ ബോധമില്ലാണ്ട് കിടക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന് അപ്പൻ അറിയാൻ പാടില്ല, നീ ഒന്ന് ചെല്ലുന്നേ. അവൻ വീട്ടിൽ ചെല്ലണ നേരത്ത് ഒരു 10:30-10:45 എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ബോധമില്ലാണ്ട് കിടക്ക. അവൻ വാരി എടുത്തുകൊണ്ട് LF ഹോസ്പിറ്റലിൽ ചെന്നു. LF ഹോസ്പിറ്റലിൽ നേരെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞെന്നറിയോ, അച്ഛാ ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ അമ്മ പോയേനെ. നിങ്ങൾ ഓർക്കണം, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ നേരെ എൻ്റെ പള്ളിയിലേക്ക് ചെന്നു. ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി വന്ന പള്ളിയിൽ ചെന്നു. പള്ളി ചെന്നിട്ട് കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപമുണ്ട്, ലാറ്റിൻ പള്ളിയാ, നെയ്യാറ്റിൻകര രൂപതയിലൊരു പള്ളിയാ, ലാറ്റിൻ പള്ളിയാ. കർത്താവിൻ്റെ തൂങ്ങപ്പെട്ടൊരു രൂപമുണ്ട്. ആ രൂപത്തിൽ ഇങ്ങനെ കാൽക്കലിങ്ങനെ വട്ടം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാ, കർത്താവേ എനിക്ക് എൻ്റെ അമ്മേനെ വേണം. കാരണം ഞങ്ങളൊക്കെ ഒറ്റത്തടിയാ, നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ കല്യാണം കഴിക്കത്തില്ല. അമ്മയും അപ്പനും പോയാൽ തീർന്നു, ഞങ്ങൾക്ക് പിന്നെ ആരും ഇല്ല ഈ ലോകത്ത്. ദൈവമുണ്ട്, ഇല്ലയെന്നല്ല, ഒരു സങ്കടം വന്നാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പോയാൽ പിന്നെ എനിക്ക് ആരുമില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാ, ദൈവമേ എനിക്ക് എൻ്റെ അമ്മേനെ വേണം എങ്ങനെയാണെങ്കിലും. അമ്മയ്ക്ക് ബോധമില്ല എന്നാ പറയണേ. ഡോക്ടറിൻ്റെ അടുത്ത് വഴിക്ക് പറഞ്ഞു പറഞ്ഞാൽ അച്ഛൻ ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ അമ്മ പോയേനെ. അമ്മയ്ക്ക് സ്ട്രോക്കാ, എന്ന് വെച്ചാൽ ഞെരുമ്പ് വീക്കാ അമ്മയുടെ. ഇപ്പം അമ്മയ്ക്ക് ഓർമ്മ കുറവാ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിക്കുക, നീ ആരാന്ന്? നിങ്ങൾ ചോദിച്ചു നോക്കണം, ചിന്തിക്കണം. സ്വന്തം മോനോട് അമ്മ ചോദിക്കുക, നീ ആരാന്ന്? ഞാനത് ചിരിച്ചോണ്ട് പറഞ്ഞു, പക്ഷെ എൻ്റെ ചങ്കിൽ അത്രയും വേദന തോന്നി എനിക്കന്ന്. നിങ്ങൾ ഓർത്തോക്കെ, ഞാനൊക്കെ ഈ പ്രസംഗിച്ചോണ്ട് കിടക്കാം അല്ലേ, എല്ലാ ദിവസവും വചനപ്രഘോഷണ, എല്ലാ ദിവസവും ദൈവത്തിന് വേണ്ടി ജീവിക്കുക. എന്നിട്ട് എന്തേ ദൈവം എനിക്കിങ്ങനെ തന്നെ? ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്ര അടുത്തിരുന്നു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ചെല്ലുന്നു, എല്ലാ ദിവസവും വചനപ്രഘോഷണത്തിന് പോകുന്നു, പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന് വേണ്ടി നടക്കുന്നു. എന്നിട്ട് എന്തേ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യണേ? ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അസുഖങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു നിങ്ങളോട് അല്ലേ, തലയിലെ സർജറിയും കൈയുടെ സർജറിയും ഒക്കെ പറഞ്ഞു. ഇപ്പോഴും മരുന്ന് കഴിക്കുക. എന്തേ ദൈവം എന്നോട് ഇങ്ങനെയാണ്? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തോട് പരാതി പറയില്ല കേട്ടോ, എനിക്ക് പരാതിയില്ല. എൻ്റെ അമ്മ പണി പോക്കോട്ടെ, ദൈവം എടുക്കുന്ന സമയത്ത് പോക്കോട്ടെ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനെ ഇപ്പോ. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ജീവിതത്തിൽ ഓർക്കണം, എന്നെ വഴി നടത്തുന്ന ഒരു ദൈവം, അവന്റെ തിരുമനസ് അതാണെങ്കിൽ അത് നടക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ വെമ്പൽപ്പെടും, കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ? കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വിളിച്ചിട്ട് പറയാ, അച്ഛാ എൻ്റെ കൊച്ചു 2 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി, എന്തിനാ ദൈവം എൻ്റെ കൊച്ചിനെടുത്തേ? എനിക്ക് ഉത്തരം എന്താ? ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനെന്താ ഉത്തരം പറയാനാ? ഞാൻ എന്നിട്ട് ചേച്ചിയോട് എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. ചേച്ചി ഇതൊന്ന് കേട്ടിട്ട് പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ, എടാ ഈ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും, തകർച്ചകളുണ്ടാവും. പക്ഷെ നീ ഓർക്കണം, ദൈവം ഉണ്ട് നിന്റെ കൂട്ടിന്, ദൈവം ഉണ്ട് നിന്റെ കൂട്ടിന്. ആ ദൈവം നിന്നെ നോക്കിക്കോളും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം ഒന്നെടുത്തേ. ഏശയ്യാ 40:31 പെട്ടെന്ന് എടുക്കണേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ കൊച്ചു കൊള്ളാട്ടോ, പടപ്പെട്ടാന്ന് ഈ സാധനം എടുക്കണ്ടല്ലത്. ആ ബൈബിളിനെ കുറിച്ച് വെളിവുണ്ടായിന് കേട്ടോ, ഇവിടെ കുറെ എണ്ണങ്ങൾ ഇരിപ്പുണ്ട്. ആ മോള് വായിച്ചോ, എൻ്റെ മോള് വായിക്ക്. അച്ഛൻ്റെ മോളാണത്. ആ വെറുതെ അല്ല, വായിച്ചില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ കഞ്ഞിവെള്ളം കൊടുക്കില്ല, അതുകൊണ്ടാ. എന്തെങ്കിലും അവിടെ തോമസ് അച്ഛാ വെറുതെ പറഞ്ഞാണേ. വായിച്ചോ മോളെ. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ആ വചനം എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞോട്ടോ, വളരെ ശക്തിയുള്ളൊരു വചന. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ഇതാണോ ശബ്ദത്തിൽ പറയാൻ പറഞ്ഞത്? നിങ്ങൾ എന്തിനെ തേങ്ങ വിഴുങ്ങിയത് പോലെ ഇരിക്കുന്നത്? ഉത്തരം പറ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ
ശക്തിയെ പുതുക്കും. ശക്തിയെ പുതുക്കും. അവർ പ്രാവിനെ പോലെ ചിറകടിച്ചു കയറും. അവർ പ്രാവിനെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നിങ്ങൾ ജീവിതത്തിൽ ഓർക്കണം, എങ്ങനെയുള്ള മനുഷ്യരെ ഇങ്ങനെയൊക്കെ ചെയ്യാ? ദൈവത്തിൽ 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 ആശ്രയിക്കുന്നവർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ നീ ദൈവത്തിലൊന്ന് ആശ്രയിച്ചു നോക്കേ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അത്. എത്ര വിഷമം വന്നാലും തമ്മൻ എൻ്റെ അടുത്ത് പോയിരിക്കും. എത്ര സങ്കടം വന്നാലും തമ്മൻ എൻ്റെ അടുത്ത് പോയിരിക്കും. ഞാനൊരു ഇടവകയില, ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എന്താ ചെയ്യണമെന്നറിയോ? എന്തു വന്നാലും ഞാൻ തമ്പുരാൻ്റെ അടുത്ത് പോയിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ, നിങ്ങൾ ഈ ബൈബിൾ മുഴുവൻ വായിച്ചോ, സത്യവേദ പുസ്തകം മുഴുവൻ വായിച്ചോ. തമ്പുരാൻ ഒറ്റ കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ, മക്കളെ എൻ്റെ അടുത്ത് വാ, വേറെ എവിടെയും പോകണ്ട, എൻ്റെ അടുത്ത് വാ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം എന്നെടുത്തേ മോളെ. യേശു അവളോട്, നീ വിശ്വസിക്കുമെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഒന്നുകൂടി പറഞ്ഞ മോളെ. നീ വിശ്വസിക്കുന്നെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. അത് പി.ഒ.സി. പള്ളി വളരെ സുന്ദരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അറിയോ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന്. ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം അത്. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഓർക്കണം, എന്നെ സഹായിക്കാൻ ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ വളരെ സുന്ദരമായൊരു ജീവിതമുണ്ട്. ആർത്തർ ആഷെ എന്നൊരു വിംബിൾഡൺ കളിക്കാരനുണ്ട്, കേട്ടിട്ടുണ്ടോ? ആർത്തർ ആഷെ എന്നൊരു വിംബിൾഡൺ കളിക്കാരനുണ്ട്. അദ്ദേഹം, നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ കിട്ടും, വിംബിൾഡൺ കളിക്കാരനാണ്. അദ്ദേഹം ലോക 1 നമ്പർ താരമായിരുന്നു കേട്ടോ. വിംബിൾഡൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ടെന്നീസ് പോലത്തെ, ഷട്ടിൽ പോലത്തെ, ടെന്നീസ് പോലത്തെ ഒരു കളി, ടി വിയിലൊക്കെ കാണുന്ന കളി നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിംബിൾഡന്റെ 1-ാം കിരീടം ചൂടിയ ഒരു മനുഷ്യനാ, 1-ാം നിരയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാ. ആർത്തർ ആഷെ എന്നൊരു വിംബിൾഡൺ കളിക്കാരന് രക്തസംബന്ധമായൊരു അസുഖത്തില് രക്തം സ്വീകരിക്കുന്നത് വഴി എയ്ഡ്സ് എന്ന മാരകമായ അസുഖം ഇദ്ദേഹത്തിന് പിടിപെട്ടു. ഇദ്ദേഹത്തിന് എയ്ഡ്സ് എന്ന മാരകമായ അസുഖം പിടിപെട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ആരാധകരും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ കത്തുകളിലൂടെയും, അന്ന് കത്തുകളൊക്കെ ഉള്ളൂ, ഫോണൊക്കെ വളരെ കുറവാ, ഫോണിലൂടെയും, അത്യാവശ്യം ടെലിഫോൺ മറ്റു ഫോണിലൊക്കെ ഉണ്ട്, ആ ടെലിഫോണിലൂടെയും കത്തുകളിലൂടെയൊക്കെ ഈ എഴുതി ചോദിച്ചു, എന്തുകൊണ്ടാ ദൈവം ഇത്രയും മാരകമായിട്ടുള്ള അസുഖം താങ്കൾക്ക് തന്നെ? കാരണം എയ്ഡ്സ് ആണ്, അന്ന് അതിന് ചികിത്സകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, പെട്ടെന്ന് മരിക്കും. ഇതിന് മാത്രം എന്ത് പാതക നിങ്ങൾ ചെയ്തേ? എന്തിനാ ദൈവം ഇത്രയും വേദന നിങ്ങൾക്ക് തന്നേ? എന്ത് ദൈവം നിങ്ങളോട് ഇങ്ങനെ ചെയ്തേ? ഇദ്ദേഹം ഈ ചോദ്യങ്ങൾ മുഴുവൻ കേട്ടു. ഈ ചോദ്യങ്ങൾ മുഴുവൻ കേട്ടിട്ട് ഈ ആർത്തനാശ എന്ന വിംബിൾഡൺ കളിക്കാരൻ തൻ്റെ ആരാധകർക്കും കുടുംബത്തിലുള്ളവരോടും പറഞ്ഞ മറുപടി ഇങ്ങനെയാ. അദ്ദേഹം തുടങ്ങി വയ്ക്കുന്ന കത്തിങ്ങനെയാ: ലോകത്ത് 5 കോടി ജനങ്ങള് ടെന്നീസ് കളിക്കാനായിട്ട് ആരംഭിച്ചു. അതിൽ 50 ലക്ഷം പേര് വിവിധ കളികൾക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ 50,000 പേര് രാജ്യത്തിലെ വിവിധ കളികൾക്കായിട്ട് ക്ഷണിക്കപ്പെട്ടു. അതിൽ 50 പേര് രാജ്യത്തിലെ പ്രഥമ കളികൾക്കായിട്ട് വരികയും അതിൽ കളിക്കുകയും ചെയ്തു. ഈ 50 പേരിൽ നിന്ന് അവസാനം 5 പേരില്, അവസാനം 2 പേരില്, അവസാനം 1 പേരില്, നിങ്ങൾ ഓർക്കണം, ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന വിംബിൾഡൺ കളിയില് അവസാന 2ാമനായിട്ട് നിന്നപ്പോൾ, 2 കളിക്കാരനായിട്ട് നിന്നപ്പോഴും അതില് 1-ാം സ്ഥാനം ലഭിച്ച് വിംബിൾഡൺ കിരീടം ചൂടി ഞാൻ 1ാമനായപ്പോഴും ലോകത്തിന്റെ നെറുകയിൽ നിന്ന് എൻ്റെ രാജ്യത്തിന്റെ പതാക ഞാൻ എടുത്തു കാണിച്ചപ്പോഴും ഈ 5 കോടി ജനങ്ങൾ പഠിക്കാൻ ആരംഭിച്ച കളിയില് ലോകത്തിന്റെ 1-ാം സ്ഥാനത്ത് എത്തി നിന്നപ്പോഴും ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തോട് ചോദിച്ചില്ല, എന്തിനാ ദൈവമേ നീ എനിക്ക് 1-ാം സ്ഥാനം തന്നേ? ഈ മനുഷ്യൻ പറയാ, 5 കോടി ജനങ്ങൾ പഠിക്കാൻ ആരംഭിച്ച കളിയില് എനിക്ക് 1-ാം സ്ഥാനം കിട്ടിയപ്പോൾ ഞാൻ ഒരിക്കലും ദൈവത്തോട് ചോദിച്ചില്ല, ദൈവമേ എനിക്ക് എന്തിനാ 1-ാം സ്ഥാനം തന്നേ?
എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന വളരെ സുന്ദരമായൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഇങ്ങനെയാ: എനിക്ക് സന്തോഷവും സുഖവും ജീവിതത്തിലെല്ലാം തന്ന തമ്പുരാന് എനിക്ക് സങ്കടങ്ങളും വേദനകളും ദുരിതങ്ങളും തരാനും അവകാശമില്ലേ? അവകാശമുണ്ടോ? 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 ഉണ്ട്. തന്നാ സ്വീകരിക്കോ? ഉവ്വ. ഇച്ചിരി കടബാധ്യത നിങ്ങളൊക്കെ സ്വീകരിക്കോ? ഇല്ലെന്നാ? കടബാധ്യത നിങ്ങൾ സ്വീകരിക്കോ? നിങ്ങൾ ഈ മാതാവിന്റെ ജന്മത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പേ ഈ അമ്മേനെ കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ടോ? ഈ അമ്മേനെ കുറിച്ച് നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ ധ്യാനിക്കണം കേട്ടോ. ആ സ്ത്രീ സഹിച്ച സഹനങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കിയേ. ഒരു സ്ത്രീ ജീവിതത്തിലൂടെ കടന്നു പോകാവുന്നതിൻ്റെ അങ്ങേയറ്റം ദുരിതങ്ങളിലൂടെ കടന്നുപോയൊരു സ്ത്രീ. അത് ചിരിച്ചിട്ടുണ്ടാവില്ല അവള് ജീവിതത്തിൽ. അവളുടെ ഫോട്ടോകളിലൊക്കെ അവൾ ചിരിച്ചതായിരിക്കും. പക്ഷെ മാതാവ് ചിരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്തോരം പ്രശ്നങ്ങളായിരുന്നിടവേ. ഈശോ ജനിച്ചപ്പോ തൊട്ട് പ്രശ്നം അല്ലേ? ചിന്തിച്ചു നോക്കി. കൊച്ചു വന്ന് പിറന്നപ്പോ പരിശുദ്ധാത്മാവിനാല് ഗർഭവതിയാന്ന് പറഞ്ഞാ നിങ്ങൾ സമ്മതിക്കോ? പൗലോസേട്ടാ സമ്മതിക്കോ? സ്റ്റാൻഡപ്പ്. പൗലോസേട്ടാ സ്റ്റാൻഡപ്പ്. പരിശുദ്ധാത്മാവിനാല് ഗർഭവതിയാന്ന് പറഞ്ഞാൽ പൗലോസേട്ടാ സമ്മതിക്കോ? സമ്മതിക്കില്ലല്ലേ? ബെസ്റ്റ് ആളാ. മാതാവിന്റെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കാൻ നിൽക്ക. ഇരിക്കി. സമ്മതിക്കോ? ഇല്ലെന്നോ? റെജി ചേട്ടാ സമ്മതിക്കോ? പരിശുദ്ധാത്മാവ് കൊടുത്താന്ന്. എന്തേ എന്തോ 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 പരിശുദ്ധാത്മാവ് കൊടുത്താന്ന് നിങ്ങൾ ചിന്തിക്കോ? നമ്മുടെ നാട്ടില് അറിയാണ്ടങ്ങാൻ ഇച്ചിരി വയറ് വീർത്തുപോയി അപ്പൊ തുടങ്ങും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കണം. അന്ന് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയണേ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തില് ഒരു നിറവയറുമായിട്ട് ഒരു സ്ത്രീ ജീവിക്കുക, ആരെയും ഫേസ് ചെയ്യാൻ പറ്റാതെ. ഒന്ന് ഓർത്തു നോക്കിയേ. ആ അമ്മ സഹിച്ച സഹനങ്ങള്. അവളുടെ ചങ്കിലൂടെ പോയത് വാളന്യാ, വേറൊന്നല്ല. നമ്മളൊക്കെ സഹിക്കുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ചവളാ. ഞാൻ കൊച്ചു ജനിച്ചിട്ടോ എന്തൊക്കെ സഹനങ്ങളാ. ജനിക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ല, പ്രസവ ശുശ്രൂഷ നടത്താൻ ഒരു ആളുണ്ടായില്ല. നിങ്ങൾ ഓർത്തൊക്കെ ഇന്ന് കൊച്ചാകുമ്പോഴേക്കും ആശുപത്രി ബുക്ക് ചെയ്യണ കാലഘട്ട, ശരിയല്ലേ? ആ അമ്മ പ്രസവിക്കാനായിട്ട് ഒരു സ്ഥലമില്ല. വക്യോലൊന്നും പറയാനില്ല. ചാണകത്തിന്റെ മണം, രൂക്ഷഗന്ധം. അതിനിടയിലെ അമ്മ പ്രസവിക്കണേന്ന് നിങ്ങൾ ഓർക്കണം. എവിടേക്കാ വീണ കൊച്ച്? ആ കൊച്ചിനെ എടുക്കാൻ ആരുമില്ല. ഒന്ന് തലോടിക്കൊടുക്കാനോ പണ്ടത്തെ ആയമാരെ പോലും ഒരാളില്ല. ചങ്കിൽ അത്രയും വേദന സഹിച്ചുകൊണ്ടാ ഈ അമ്മ പ്രസവിക്കണേ. ചിന്തിക്കണം. ആ അമ്മ പിന്നെ ജീവിച്ചതോർത്ത് നോക്കി. ആ കൊച്ചിന് ജനിച്ചു വീണിട്ട് റെസ്റ്റ് ഉണ്ടോ? ഇന്നൊരു കൊച്ചു ജനിച്ചു വീണ പിന്നെ പെണ്ണ് ഞാൻ വെറുതെ പറഞ്ഞതാ. റെസ്റ്റോട് റെസ്റ്റാ. റെസ്റ്റ് പോയിട്ട് റെസ്റ്റ് ഇല്ല, ഓട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കാം ആ സ്ത്രീയുടെ ജീവിതം. ഓട്ടം കഴിഞ്ഞിട്ടോ തീർന്നോ? ആ കൊച്ചു വലുതായിപ്പോ ദേവാലയത്തിൽ പോയി. കാണാതായിട്ട് പിന്നെയും പോവാ ജെറുസലേം ദേവാലയത്തിലേക്ക്. ചെല്ലുമ്പോ പറയണ ഡയലോഗ് ഒന്നുട്ടാ: ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളില് വ്യാപൃതനായിരിക്കുകയാണെന്ന് തള്ളെ അറിയാൻ പാടില്ലേ? ഞാനാണെങ്കിൽ 2 കൊടുത്തേനെ. പിന്നെ ഇതൊക്കെ ചങ്കില് ഏറ്റ് ജീവിച്ചവളാ അവള്. ആ അമ്മയുടെ തിരുനാളെ നിങ്ങൾ ആഘോഷിക്കണ ജന്മത്തിരുന്നാള്. തീർന്നോ? ആ കൊച്ചു വളർന്നപ്പോഴോ വ്യഭിചാരികളുടെ കൂടെ കൂട്ട്, കള്ളന്മാരുടെ കൂടെ കൂട്ട്, എന്നിട്ട് ഈ എല്ലാത്തരം മനുഷ്യരുടെ കൂടെ കൂട്ട്. നാട്ടുകാരും വീട്ടുകാരും ചോദിക്കില്ലേ, എടിയേ നിന്റെ കൊച്ചിന്റെ കൂട്ടത്ര ശരിയല്ലട്ടാ, അവൾമാരായിട്ട് നടപ്പ്. ഇതൊക്കെ സഹിച്ചവളായിരുന്നു അവള്. അവസാനം നിങ്ങൾ ഓർത്തു നോക്കിയേ, ഒരമ്മയുടെ ഏറ്റവും വലിയ ആവശ്യം എന്നിട്ടാ സ്വന്തം മകന്റെ അല്ലെങ്കിൽ മകളുടെ മടിയിൽ മരിച്ചു വീഴണമെന്ന് ഏതമ്മ ആഗ്രഹിക്കുക? അല്ലേ? ആണല്ലയോ? അതെ. സ്വന്തം മക്കളുടെ മടിയിൽ മരിച്ചു കിടക്കണമെന്നാ എല്ലാ മാതാപിതാക്കന്മാരും ചിന്തിക്കണേ. അല്ലേ? നിങ്ങൾ പ്രതീക്ഷിക്കണ്ട കേട്ടോ, നിങ്ങൾക്കൊന്നും കിട്ടില്ല, പേടിക്കണ്ട.
കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങൾ നോക്കുമെന്ന്? ഇല്ല എന്ന് കറക്റ്റാ കേട്ടോ, കറക്റ്റ്. നല്ല നല്ല ചേട്ടൻ, സൂപ്പർ കേട്ടോ. ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ സാധാരണ അപ്പനമ്മമാരുടെ ഒക്കെ ഒരു ആഗ്രഹത സ്വന്തം മക്കളുടെ മടിയിൽ മരിച്ചു കിടക്കണമെന്ന്. അതുപോലും വിധിക്കപ്പെടാത്തൊരു സ്ത്രീയാ പരിശുദ്ധമ്മ. നിങ്ങൾ ചിന്തിച്ചു നോക്ക് അമ്മയുടെ ജീവിതം. ആ അമ്മയുടെ ജന്മത്തിരുന്നാളിന് നിങ്ങൾ ഒരുങ്ങുമ്പോ നിങ്ങളുടെ സഹനങ്ങള് ആ അമ്മയുടെ സഹനങ്ങളിൽ അത്രയും വരുമോ? ഇല്ല. ഓ, എന്തറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയണേ. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചു നോക്ക്. ആ അമ്മ ചങ്കില് വേദനയായിട്ട് ജീവിച്ചവളാ, കണ്ണില് ഒത്തിരി കണ്ണീരായിട്ട് ജീവിച്ചവളാ. കരയാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ആ അമ്മയ്ക്ക്. പക്ഷെ ഇന്ന് അവള് നമ്മുടെയൊക്കെ മുമ്പില് നമ്മൾക്കൊക്കെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് സഹിക്കണം. വേദനകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, ദുരിതങ്ങൾ ഉണ്ടാവും. ആ ദുരിതങ്ങളിൽ നീ ചിന്തിക്കണം, എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടെന്ന്. അതുകൊണ്ട് ആ കുരിശിന്റെ ചോട്ടിൽ വെച്ചിട്ട് ഈശോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ അറിയാം ഈശോയ്ക്ക് യോഹന്നാൻ തന്നെയായി പോവാ, ഇനി ആരുമില്ല അവന് സങ്കടം പറയാൻ. അതുകൊണ്ടാണ് നമുക്കൊരു അമ്മേനെ തന്നെ പ്രാർത്ഥിക്കാൻ, ചേർത്ത് പിടിക്കാൻ, സങ്കടങ്ങളുടെ ഇടയിൽ കൂട്ടിരിക്കാൻ ഒരു അമ്മേനെ തന്നെ. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ജീവിതത്തിൽ ഓർക്കണം, ആ അമ്മ സഹിച്ച സഹനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളും ചേർത്ത് വെച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ എനിക്ക് തോന്നും അത്രയൊന്നും സഹനങ്ങൾ നമുക്കില്ലടോ. പക്ഷേ ആ സഹനങ്ങളെ നീ തമ്പുരാനോട് ചേർത്ത് വെച്ച് ജീവിക്കുമ്പോൾ നിന്റെ ജീവിതവും പരിശുദ്ധ അമ്മയുടെ ജീവിതം പോലെ രക്ഷാകരമായി തീരും. അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാവട്ടേന്നേ, വേദനകൾ ഉണ്ടാവട്ടേന്നേ, ദുരിതങ്ങൾ ഉണ്ടാവട്ടേന്നേ. ആ ദുരിതങ്ങളുടെ ഇടയിൽ നീ പ്രാർത്ഥിക്കുക, ദൈവമേ അത് സഹിക്കാനുള്ള ശക്തി നീ എനിക്ക് താന്ന്. ജീവിതത്തിന്റെ വേദനകളിലും കണ്ണീരിലും നീ പ്രാർത്ഥിക്കുക, കർത്താവേ അതെടുക്കാനുള്ള ശക്തി നീ എനിക്ക് താന്ന്. നമ്മുടെ പഴമക്കാര് പാടുന്നൊരു പാട്ടില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാ, കണ്ണുനീർ താഴ്വരയിൽ നിർത്ത്. പുരുഷന്മാർക്ക് പാട്ടറിയില്ലേ? നിങ്ങൾ ആ വീട്ടിലെടുക്കണ പാതി ശബ്ദം ഇവിടെ എടുത്താൽ മതി. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോടി? നിന്റെ അപ്പനാണോടി? നിന്റെ അപ്പൻ്റെ വകയാണോടി? ആ ശബ്ദത്തിൻ്റെ പാതി എടുത്താൽ ഇവിടെ ശബ്ദം ഉണ്ടാവും കേട്ടോ. ഒന്ന് പാടിയേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അടുത്ത വരി. അതുകൊണ്ട് പറയും, നിന്മനമിളകാതെ. അങ്ങനെയല്ലേ ടൂണ്? എന്നോട് നിങ്ങൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. രണ്ടുപേരും ഒരേ ടൂണിൽ തന്നെ പാടി തീർത്താ നിങ്ങൾ അഭിനന്ദിക്കണം കേട്ടോ. പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇതെങ്ങനെ പാടണവേ, സമ്മതിക്കണം കേട്ടോ. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി പാടുമ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ കേൾക്കാൻ. വലുതരം ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ, ആ വരികളൊന്ന് പറഞ്ഞേ. നിന്മനം നിന്മനം നിന്മനം. അടുത്ത വരി പറയ്, നിന്മനം ഇളകാതെ, നിന്മനം നിന്മനം പതറാതെ, നിന്നോട് ഞാനുണ്ടാ അന്ത്യം വരെയെന്ന്. ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അത്. ദൈവമുള്ളൂ, ദൈവമല്ലേ ഉള്ളൂ. ഇവിടുത്തെ പിള്ളേർക്ക് കാഞ്ഞ ബുദ്ധിയും ഒടുക്കത്തെ വെളിവാ, ഒന്നും പറയാൻ പറ്റത്തില്ല. നോക്കിയിരിക്കുക. നിങ്ങൾ ഈ പിള്ളേരെ സമ്മതിക്കണം കേട്ടോ. എല്ലാം ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. എന്തിട്ട് കാണാൻ മനസ്സിലായെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. എങ്കിലും നോക്കിയിരിക്കുന്നതിന് ഒരു കുറവില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ദൈവമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ ജീവിത പങ്കാളി കൂടെ ഉണ്ടാവുമെന്ന്?
മിണ്ടണ്ട. ഉത്തരമൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് കഞ്ഞിവെള്ളം തന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസംഗിച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് പോവും. ഉത്തരം പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്ന് മോങ്ങാന്ന് മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കിയേ, ആരുള്ളേ? ജനിപ്പിച്ച് വളർത്തുന്ന മക്കളുണ്ടാവോ? കൂട്ടുകാരുണ്ടാവോ? ഈ ചേർത്ത് പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടാവോ? ഇത്ര ഉള്ളൂടവേ. നീ പറയണതൊന്നും നിന്റെ കൂടെ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒരു മണ്ണൊലിപ്പം നോക്കിയേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ കഴിഞ്ഞത് മഴയ്ക്ക് ഇവിടെ ആനയൊക്കെ വന്നെന്ന് പറഞ്ഞല്ലേ? ആന വന്നില്ലേ? പൊലസണ്ട ആന വന്നോ? പൊലസണ്ട വീട്ടിൽ വന്നോ? ആന പേടിച്ചോടി ഉണ്ടാവും. അവിടേക്ക് എത്താൻ പറ്റില്ലേ? എത്തൂല. എങ്ങനെ വന്നാലും എത്തൂല കേട്ടോ. ചേട്ടാ അവിടെ വന്നോ? വന്നില്ലല്ലേ? പേടിച്ചേട്ടാ ആന കേട്ടോ. നിങ്ങൾ ഓർത്ത് നോക്ക്, ഒരു വെള്ളപ്പൊക്കം വന്നാൽ തീരും. നമ്മളീ കെട്ടിപ്പൊക്കിയതും ചേർത്ത് പിടിക്കണതൊക്കെ തീരും. നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ പണമോ ഒന്നും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ വരൂടവേ. ഞാൻ ഈ നമ്മുടെ വയനാടിന് ദുരിതം ഉണ്ടായപ്പോൾ നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആ മനുഷ്യരൊക്കെ എന്തോരം സങ്കടത്തിലാണ് ജീവിക്കണേന്ന്. അവർ വലിയ വീടുണ്ടാക്കി വെച്ചു. എന്തുണ്ടായേ? ഒറ്റ നിമിഷം കൊണ്ടൊക്കെ പോവാ. അവിടെ എനിക്ക് ഏറ്റവും വിഷമകരമായ സംഭവം എന്നറിയോ? പിറ്റേ ദിവസത്തെ വാർത്തയിലെ ഒരു അമ്മച്ചിയുടെ സംഭവം ഉണ്ട് അല്ലേ? ഒരു അമ്മച്ചിയുടെ കരയുന്ന ഒരു സംഭവം. അമ്മച്ചി മണ്ണൊലിപ്പ് വന്ന് രാത്രി സ്വന്തം കൊച്ചങ്ങളൊക്കെ എടുത്തുകൊണ്ട് 2-3 കൊച്ചങ്ങളൊക്കെ കിട്ടിയതിന് എടുത്തുകൊണ്ട് പോണ സമയത്ത് ചെന്നപ്പെട്ടത് ഒരു ആനയുടെ ഇടയിലാ. ഒറ്റയാനയാ. നിങ്ങൾക്കറിയാം ഒറ്റയാനയുടെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കിട്ടിയ വഴിക്ക് കൊന്നൊളയും. മനുഷ്യനാണെങ്കിൽ അതിനറിയാം അതിനെ ആക്രമിക്കാനാ വന്നേന്ന്. അത് കൊന്നൊളയും ചിലപ്പോ. മിക്ക ആനകൾ അങ്ങനെയാ, അതിനെ ആക്രമിക്കാനാ. കാരണം ഒന്നാമത് മണ്ണൊലിപ്പിന്റെ പ്രശ്നങ്ങള്, അത് പേടിച്ചിരണ്ട വരണേ. അതിൻ്റെ കൂടെ മനുഷ്യന്മാർ വരുമ്പോ എന്തൊക്കെയാലും കൊന്നൊളയും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ, ആ സ്ത്രീ പറഞ്ഞ ഡയലോഗ് എന്താ? ആനയോട് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് വേറെ ഒന്നുമില്ല, കൈ കൂപ്പിയിട്ട് പറഞ്ഞു എന്ന് പറയണേ. ഈ സമയത്ത് ആനയും കരഞ്ഞു എന്ന് പറയണേ. എന്നിട്ട് ഈ ചേച്ചി പറഞ്ഞ ഡയലോഗ് എന്താ? പിറ്റേ ദിവസം അതിരാവിലെ വരെ ഈ ആനയുടെ ചുവട്ടിലാ ഈ സ്ത്രീ കിടന്നുറങ്ങിയ. നിങ്ങൾ ഓർക്കണം, നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ കഴിവുകളോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ പണോ നമ്മുടെ വീടോ നമ്മുടെ ബന്ധങ്ങളോ നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. നീ ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വരും ചിലപ്പോ. അപ്പൊ തമ്പുരാൻ ഉണ്ടാവുള്ളൂ. നീ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ടതാ, തമ്പുരാൻ ഉണ്ടാവുള്ളൂ. നീ മുറുകെ പിടിക്കണ ബന്ധമുണ്ടല്ലോ, നീ കഷ്ടപ്പെടുന്ന നിന്റെ ജോലി ഉണ്ടല്ലോ, നീ കെട്ടിപ്പൊക്കുന്ന നിന്റെ സൗഹൃദങ്ങളുണ്ടല്ലോ, നീ ഇടുന്ന നിന്റെ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, ഇതൊന്നും ഉണ്ടാവില്ലടവേ നിന്നെ സഹായിക്കാൻ. ദൈവം ഉണ്ടാവുള്ളൂ. നിന്റെ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ അങ്ങനെ ഉണ്ടാവും. എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെടുന്ന ചില നിമിഷം, എല്ലാം കൂടെ ഉണ്ടായിട്ടും തകർന്നു പോകുന്ന ചില നിമിഷം. അപ്പൊ തമ്പുരാൻ ഉണ്ടാവുള്ളൂ നിന്നെ ചേർത്ത് പിടിക്കാൻ. അതുകൊണ്ടാ പറയണേ, നിന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും അവൻ നിനക്ക് കൂട്ടായിട്ടുണ്ടാവുമെന്ന്. എത്ര വലിയ ജീവിതത്തിന്റെ പ്രശ്നമാണെങ്കിലും നീ ചിന്തിക്കണം, എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പാടാറില്ലേ, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമൽ, കരയരുതേ ഞാൻ നിന്റെ. ഒന്നുകൂടി പാടിയേ, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ. സമയനോട്ടോ, ഞാൻ ചത്ത് പാടിയിട്ട് നിങ്ങൾ ചതഞ്ഞ് പാടിക്കൊണ്ടിരിക്കുക. സമ്മതിക്കണം. ഭയപ്പെടേണ്ടെന്നാ തമ്പുരാൻ പറയണേ. ദൈവം ഉണ്ടോ? എത്ര ജീവിതത്തിന്റെ പ്രശ്നം വരുമ്പോഴും ചിന്തിക്കുക, എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ട്, അവൻ എന്നെ നോക്കിക്കോളും. സങ്കീർത്തനത്തിന്റെ പുസ്തകം, സങ്കീർത്തനം 121:3 വായിച്ചേ. സങ്കീർത്തനം 121:3. മുത്തേ, യെരൂശലേം ആ
യെരൂശലേം ചുറ്റും കോട്ടയുള്ള നഗരം പോലെ പണിയപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ ഗോത്രങ്ങളായ തലമുറകൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇസ്രായേലിന്റെ സാക്ഷ്യ നിമിത്തം. സങ്കീർത്തനം 121:3 വായിക്കണേ. ആ 3 എൻ്റെ കൊച്ചിനൊന്നും അടിപതിരിപ്പോയി. ചെറിയ വ്യത്യാസമുണ്ട്. അല്ല അത് തന്നെ. ആ നിന്റെ കാല് വഴുതുവാൻ, അതാണോ മോളെ? അല്ലേ, അത് പോട്ടെ. നിന്റെ കാല് വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം നോക്കുകയില്ല. ജീവിതത്തില് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വചനം അത്. നിന്റെ കാല് വഴുതാൻ അവിടുന്ന് സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം നോക്കില്ല. ജീവിതത്തില് എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നീ ചിന്തിക്കണം, എൻ്റെ ദൈവം എന്നെ നോക്കിക്കോളും. സങ്കീർത്തനത്തിലെ പുസ്തകം 118 അധ്യായം 6ഉം 7ഉം തിരുവചനങ്ങൾ എടുത്തേ. സങ്കീർത്തനം 118:6-7. ഞാൻ നിന്റെ സകല കൽപ്പനകളെയും ആചരിച്ചാൽ നിന്റെ സകല കൽപ്പനകളെയും ആചരിച്ചാൽ ലജ്ജിക്കയില്ല. ഞാൻ നിന്റെ നീതിയുള്ള ന്യായങ്ങളെ പഠിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ നിന്നെ സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ പ്രമാണങ്ങൾ ആചരിച്ചു, നീ എന്നേക്കും എന്നെ കൈവിടരുതേ. അത് കുറച്ചും കൂടിയും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാനൊരു ശത്രുക്കളുടെ പതനം കാണും. നിങ്ങളുടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഞങ്ങളിൽ വരുന്നത് കർത്താവെന്നോ, യോസിബിൾ വരുമ്പോൾ കർത്താവെന്നോ, നിങ്ങളിൽ യഹോവ എന്നായിരിക്കും. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ജീവിതത്തിൽ ഓർക്കണം, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പേടിക്കരുത്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും സങ്കടമാണെങ്കിലും ദുരിതമാണെങ്കിലും വേദനയാണെങ്കിലും പ്രശ്നമാണെങ്കിലും നീ ചിന്തിക്കണം, ദൈവം എന്നെ നോക്കിക്കൊള്ളും. കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ കാലഘട്ടത്തിൽ പല മനുഷ്യരും ഭയങ്കര വേദനയോടെ ജീവിക്കണേ. എത്ര മനുഷ്യനാണെന്നറിയോ കൗൺസിലിങ്ങിന് വരുന്നേ? അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കച്ച, മനസ്സമാധാനം ഇല്ല. എന്തിയേ? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്തേ? എത്ര വലിയ സങ്കടമാണെങ്കിലും നീ ചിന്തിക്ക്, ദൈവം നോക്കിക്കോളും എന്നെ. ഇത്രയും നാളെ നോക്കിയില്ലേ, ഇനി നോക്കിക്കൊള്ളുന്നേ. ഇത്രയും നാള് വഴി നടത്തിയില്ലേ, ഇനി വഴി നടത്തിക്കൊള്ളുന്നേ. ഇത്രയും നാള് ചേർത്ത് പിടിച്ചില്ലേ, ഇനി ചേർത്ത് പിടിച്ചോളും. നീ അവന്റെ കൂടെ ഇരിക്കി. ഇരുന്നും അടുത്ത അറിയോ? ഓക്കെ ബോറടിക്കണ്ടോ? സ്റ്റാൻഡ് അപ്പ്, ഫോളോ ഓഫ് യു. ബൈബിളൊക്കെ താഴെ വെച്ചോ. ഉപ്പൂറ്റി ഒന്ന് വെക്കേ. ഒന്നുകൂടി ഒന്ന് വെക്കേ. ഈ ഉപ്പൂറ്റി പൊക്കിയിട്ട് ഒരു കല്ലിലേ പറഞ്ഞേ. കൈവൊക്കെ ഞാൻ പറഞ്ഞോ? ആർത്തി എല്ലാത്തിനും. ഉപ്പൂറ്റി പൊക്കിയിട്ട് ഒരു കല്ലിലേ പറഞ്ഞേ. CC അടഞ്ഞ് തീരാറായതാണെങ്കിൽ പൊക്കണ്ട. വലിയോടത്തും മൂക്കും കുത്തി വീണ ഞാൻ പൊക്കാൻ വരില്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക കേട്ടോ. ഒന്ന് പൊക്കി പറഞ്ഞേ. ഇനി 2 കര ഉയർത്തേ. ഉപ്പുറ്റി പൊക്കുന്നതിനനുസരിച്ച് കയ്യും പൊന്തി ഹല്ലേലൂയ പറയണം കേട്ടോ. പറ. ഒന്നും കൂടി. വലത്തോട്ടിരിഞ്ഞേ. തേതപ്പ വലത്ത്. തിന്നണ കൈ നോക്കി തിരിഞ്ഞോ? പോലീസണ്ണൊക്കെ കറക്റ്റാട്ടോ. ഉപ്പുറ്റി പൊക്കി കൈ പൊക്കി പറ. ഒന്നുകൂടി. നമ്മുടെ പള്ളിയുടെ അതിർത്തി വരെ കേൾക്കണം കേട്ടോ. അവിടെയുള്ള ആൾക്കാർ മുഴുവൻ കേൾക്കണം നിങ്ങളുടെ കല്യാണം. ഒന്നുകൂടി. വലത്തോട്ടിരി. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. നിന്റെ വലത്തേതാ? ഓ നട്ടപ്പാലം കറങ്ങണം എൻ്റെ പോലീസേട്ടാ. പിന്നിലേക്ക് തിരി. വില്ലിമച്ചി ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ. ഉപ്പുറ്റി പൊക്കി കരങ്ങൾ ഉയർത്തി പറ. നമ്മുടെ പള്ളിയുടെ അതിർത്തി വരെ കേൾക്കണം. പറ. ഈശോയെ എന്ന് വിളിച്ചേ.
ഒന്നുകൂടി, 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 ഒന്നുകൂടി. വലത്തോട്ട് തിരി, വലത്തോട്ട് തിരിയേ. അങ്ങട് തിരിഞ്ഞ് നിൽക്കണം. നിന്റെ വലത്തെ ഏതാ? നിങ്ങൾക്ക് തിന്നണ കൈ അറിയാമുള്ള കർത്താവേ. ആ വെല്ലുമിച്ച് ഇപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആ തിരി. എൻ്റെ പോലീസണ്ണൊക്കെ കൃത്യാട്ടോ. ഇതെങ്ങനെ സാധിക്കണം? ആ പറ. റെഡി? ഒന്നിച്ച് ഈശോയെന്ന് വിളിക്കേ. ഒന്നുകൂടി, 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 ഒന്നുകൂടി. വലത്തോട്ടിരി. ഇപ്പൊ വന്ന പൊക്ക്, പൊക്ക്. പറ. ഒന്നുകൂടി ഈശോയെ എന്ന് വിളിക്കണം കേട്ടോ. ഒന്നുകൂടി പറ. ഒന്നുകൂടി, 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 ഒന്നുകൂടി. ഒരു കാര്യം പറയാട്ടോ, ഞാൻ ഇത്ര പള്ളികളിൽ പോകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ പുരുഷന്മാര് കൈയടിക്ക്. സ്ത്രീകളൊന്ന് കൈയടിച്ചു കൊടുത്തേ. നിങ്ങൾ ഈ കണ്ടാമൃഗത്തെ പോലെ ഇരുന്നാലും, കാരണം മുഖമൊക്കെ അങ്ങനെ ഇരിക്കുള്ളൂ. കാരണം നിങ്ങളിങ്ങനെ കണ്ടാമൃഗത്തെ പോലെ, ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, നിങ്ങളുടെ മുഖമില്ല ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞാണ്ടല്ലോ സൂപ്പർ. ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി പള്ളികളിൽ പോകുന്നൊരു മനുഷ്യനാണ്. പക്ഷെ പുരുഷന്മാർ ഇത്രയും, ഞാൻ പറയില്ലേ, സാധാരണയൊക്കെ ധ്യാനം വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ പിന്നിലിരിക്കുള്ളൂ. ഇവിടെ മുന്നിൽ വന്നിരിക്കണേ. ഞാനതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു നിങ്ങളെ കേട്ടോ. സൂപ്പർ. എനിക്കറിയാൻ പാടില്ല നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യാൻ കാരണമെന്ന്. ചിലപ്പോൾ അച്ഛൻ്റെ നേതൃത്വ പാഠവും കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും പള്ളികളിൽ, എന്തോരം പള്ളികളിൽ 10,000 കണക്കിന് ആൾക്കാർക്ക് കൺവെൻഷൻ എടുക്കാൻ പോകുന്ന ആളാണ്. പക്ഷെ ഞാൻ പറയാം, ഇത്രയും മനോഹരമായിട്ട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പറയണ പോലെ ചെയ്യുന്ന മനുഷ്യരെ കാണുന്നത് ആദ്യമായിട്ടാണ്. സത്യം കേട്ടോ. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു ആ കാര്യത്തിൽ. നിങ്ങൾ സൂപ്പർ മനുഷ്യരാണ് കേട്ടോ. നിങ്ങളെന്തിങ്ങനെ ഇത്രയും തള്ളി പൊക്കി പറഞ്ഞിട്ട് നിങ്ങളെന്താ ഒരു വികാരം ഇല്ലാണ്ട് ഇപ്പോഴും എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ കേട്ടോ. സൂപ്പർ. എനിക്കറിയാൻ പാടില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഈ നാട്ടിൽ ജീവിക്കുന്നതിൻ്റെ പ്രത്യേകതയായിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ ദൈവത്തെ കൂടുതൽ വിളിക്കുന്നവരായിരിക്കും നിങ്ങൾ കേട്ടോ. അതുകൊണ്ടായിരിക്കും തോന്നുന്നു. സൂപ്പർ. നല്ല 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 കൃപയുണ്ട് നിങ്ങൾ കേട്ടോ. സത്യം പറയണം. നിങ്ങളിങ്ങനെ ഹല്ലേലൂയ പറയുമ്പേ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. എല്ലാവരും, അത് പലതിനും പ്രായമായി, എല്ലാവരും ചെറുപ്പക്കാരാ, എന്നാലും എല്ലാവരും പൊക്കി ഏറ്റവും മനോഹരമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ, സൂപ്പർ. ഒന്നും പറയാനില്ല കേട്ടോ. നമുക്ക് തന്നെ ഒന്ന് അഭിനന്ദിക്കാം കേട്ടോ. ഒന്ന് കൈയടിച്ചെല്ലാവരും ഇരുന്നോ. എല്ലാ അച്ഛന്മാരോടും ഇങ്ങനെ തന്നെ കാണിക്കണം കേട്ടോ, അല്ലെങ്കിൽ നാളെ എൻ്റെ അച്ഛൻ മാറ്റി പറയും കേട്ടോ. പലതരം ഉയർത്തിരി ഹല്ലേലൂയ. ഒന്നുകൂടിയും, ഒന്നുകൂടിയും. അപ്പൊ നമ്മൾ ഇത്രയും നേരം കേട്ടു, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ നോക്കിക്കൊള്ളും. അപ്പൊ ഒരിക്കലും എന്നോടൊരു ചേച്ചി ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ അച്ഛൻ പറയുന്നതൊക്കെ ശരി, പിന്നെ എന്തി അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ദൈവം എനിക്ക് ഉത്തരം തരാത്ത? ഞാൻ മെയിൻ പോയിന്റിലേക്ക് വരാം. നമ്മൾ ഇത്രയും നേരം കേട്ടു കൂടെയുള്ള ദൈവമുണ്ട്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അവൻ രക്ഷിക്കുന്ന ദൈവ, സ്നേഹിക്കുന്ന ദൈവ, ചേർത്ത് പിടിക്കുന്ന ദൈവ, വഴി നടത്തുന്ന ദൈവ, ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും കടന്നു വരുന്നൊരു ദൈവ. ഈ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും ഒരു ചേച്ചിയോട് ചോദിച്ച ചോദ്യം, എൻ്റെ ധ്യാന പ്രസംഗം കഴിഞ്ഞ് ഞാൻ പോണ സമയത്ത് ഈ ചേച്ചിയോട് ചോദിക്കുക, അച്ഛൻ പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു, പിന്നെ എന്തി അച്ഛാ നമ്മളൊക്കെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടാത്ത? ശരിയാണല്ലയോ? നിങ്ങളിങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ദൈവത്തോട്, ദൈവമേ എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നീ എനിക്ക് തരാത്ത? ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്. ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും ചോദിച്ചിട്ടുണ്ടെന്നേ അല്ലേ? എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കാതിരിക്കുമ്പോൾ ചോദിക്കും, എൻ്റെ കർത്താവ് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടന്നിട്ടില്ലല്ലോ, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടന്നിട്ടില്ലല്ലോ, എന്തേ നടക്കാത്ത? OET പാസ്സായില്ല, ജോലിയില്ല, വിസയുടെ തടസ്സം, നിനക്ക് കണ്ണില്ലേ കർത്താവേ? ഇന്ന് പല യുവതിവാക്കളും പള്ളി വരാത്തതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇതെന്നെ കാരണം.
എന്നോടൊരിക്കലെ മരിയ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചു വിളിച്ചിട്ട് പറയാം, അച്ഛൻ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ ഏത് പള്ളിയിലാണെങ്കിലും ഇതൊന്ന് പറയണം. അച്ഛൻ ഞങ്ങളെപ്പോലുള്ള യുവതിവാക്കള് പള്ളി വരാത്തതിൻ്റെ കാരണം ഈ ചോദ്യം പേടിച്ചിട്ടാ. ശരിയല്ലേ? ശരിയല്ലേ? ആണല്ലയോ? അതെ. പള്ളി വന്ന് ഇച്ചിരി നേരം ആശ്വാസത്തോടെ പ്രാർത്ഥിക്കാന്ന് വെച്ച് പറയുമ്പോഴേക്കും ഈ പള്ളിയിലെ ആരാധന കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ മുന്താണി ഇങ്ങനെ പൊതിച്ചിട്ടൊരു ചോദ്യമുണ്ട്, ഒന്നായില്ലേ? ഒന്നായില്ലേ? ഇവിടെ ചോദിക്കാറുണ്ടോ? കട്ടിൽ പോകത്തി ചോദിക്കോ? ആ വന്ന് കേട്ടോ, ഒന്നായില്ലേ? അത് നിങ്ങൾ തെണ്ടിയടക്ക ഒരു ജോലിക്ക് വേണ്ടി പഠിച്ചിറങ്ങിയപ്പോഴേക്കും ഒരു ജോലിക്ക് വേണ്ടി തെണ്ടിയടക്ക. ജോലി കിട്ടാതിരിക്കുമ്പോൾ എന്തോരം സങ്കടം ഉണ്ടെന്നറിയോ? ആകെ ഒരു ആശ്വാസത്തിന് വേണ്ടിയ പള്ളി തന്നെ. അപ്പോഴൊരു ചോദ്യം വരും, ഒന്നായില്ലേ? 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 വീട്ടുകാർക്കില്ല ഇത്ര പ്രശ്നം, നാട്ടുകാർക്കാ പള്ളിക്കാർക്കും. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. എനിക്ക് തോന്നണില്ല നിങ്ങൾ ഇത്രയും വിശുദ്ധരായ മനുഷ്യര്, ഇത്രയും പ്രാർത്ഥിക്കുന്ന മനുഷ്യർ അങ്ങനെയൊക്കെ ചോദിക്കോ? ചോദിക്കോ? ഇല്ല കേട്ടോ. കാര്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കാൻ വഴിയില്ല, എനിക്ക് ഉറപ്പാ കേട്ടോ. ഇനി ജോലി ആയാലോ അപ്പോഴേക്കും ചോദിക്കും. അടുത്ത ചോദ്യം, ഒന്നായില്ലേ? എന്തുട്ട് കല്യാണം? അതുങ്ങളൊന്ന് ജോലി ചെയ്യട്ടെ, അപ്പോഴേക്കും തുടങ്ങും, ഒന്നായില്ലേ? ഇനി കല്യാണം കാണായാലോ അപ്പോഴും ചോദിക്കും, ഒന്നായില്ലേ? എന്തുട്ട് കൊച്ച്? ഇനി ഒരു കൊച്ചുള്ളെങ്കിലോ അപ്പോഴും ചോദിക്കും, ഒന്നേ ഉള്ളോ? ഞാൻ ചോദിക്കണമെന്നറിയ. ഇതൊക്കെ ചോദിക്കണം എന്തിനാ നിങ്ങള്? ചില ചോദ്യങ്ങൾ ജീവിതത്തിൽ ചോദിക്കാൻ പാടില്ല. മക്കളില്ലാത്തവരുടെ മക്കളെ കുറിച്ച് ചോദിക്കരുത്. എന്തൊരു പെയിനാന്നറിയോ അത്? ചോദിക്കരുത്. ജോലിയില്ലാത്തവനോട് തെണ്ടിയടക്കനോടൊക്കെ ചോദിച്ചോട്ടോ. അല്ലാതെ കഷ്ടപ്പെട്ട് ഓരോ ദിവസവും ഇന്റർവ്യൂവിന് പോയിട്ട് വന്ന ചില മക്കളുണ്ട്. എത്ര പിള്ളേരെന്നറിയോ? മടുത്തച്ച പള്ളി പോവാൻ പേടിയപ്പോ. കാരണം ആകെ ഒരു ആശ്വാസത്തിനാ പള്ളി പോണേ. അവിടെ ഈ ചോദിക്കരുത്. ജോലിയില്ലാത്തവനോട് ചോദിക്കരുത്. വിവാഹം നടക്കാത്തവനോട് എന്തോരം കഷ്ടപ്പെടണമെന്നറിയോ ഒരു പെണ്ണിനെ കിട്ടാൻ, അതുപോലെ തന്നെ ഒരു ആണിനെ കിട്ടാൻ. ചോദിക്കരുത്. തടിയുള്ളവരോട് ചോദിക്കരുത് കേട്ടോ. ചിലര് വായെടുത്ത എന്നാ തടിയാടാ, ഗ്യാസായിരിക്കടവേ. ആവശ്യമില്ലാണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, സത്യം പറയണേ. ഗ്യാസായിരിക്കും, അത് തിന്നണ്ടാവില്ല. എന്നാലും പറയും എന്ത് തടിയാടാ. എത്ര കുട്ടികളെന്നറിയോ ഡിപ്രഷൻ അടിച്ച് വന്നാച്ചാ, ഭയങ്കര തടിയാച്ചാ, ആകെ മടുത്തു, സ്കൂളിൽ പോകാൻ നാണാച്ചാ. എത്ര പിള്ളേര്. ചോദിക്കരുത്. എനിക്ക് തടിയുള്ളവരായിട്ട് ഇഷ്ടം, സത്യം. ഈ തടിയുള്ളവർ, നിങ്ങൾ ഈ തടിയുള്ളവരെ കെട്ടിപ്പിടിച്ചുണ്ടോ? എന്തു സുഖാന്നറിയോ? ഈർക്കിളി പോലെ തന്നെ കെട്ടിപ്പിടിച്ചുണ്ടോ? ഒരു വികാരമില്ല നമുക്ക് കേട്ടോ, ഒരു സുഖമില്ല. നമ്മളിത് കാരിരുമ്പിൽ കെട്ടിപ്പിടിച്ച പോലെയാ. നിങ്ങൾ തടിയുള്ളവരെ കെട്ടിപ്പിടിച്ച് നോക്കും, ഭയങ്കര സുഖം. പഞ്ഞിമത്തേലിരിക്കണ പോലെയാ. എനിക്കറിയാവുന്നൊരു ചെക്കനുണ്ട്. ഞാനോട് പറയും, എടാ അച്ഛനൊരു മേഘരൂപം തന്നടാ, മേഘരൂപം തരാന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കാന്ന് പറയാം. അവൻ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കും. എൻ്റെ കർത്താവെ, സ്വർഗത്തിലിരിക്കണ പോലെയാ ഞാൻ. പഞ്ഞിക്കെട്ട് വന്ന് പൊതിയണ പോലെ അവൻ പൊതിയണേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഒരാളുടെ കുറവ് കണ്ട് അവരെ കുറ്റപ്പെടുത്തി ചോദിക്കരുത്. നിങ്ങൾ അവരുടെ കുറവ് കണ്ടോ, പ്രാർത്ഥിച്ചോ കേട്ടോ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. ഇനി കട്ടിലെ പോകത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവോ? എന്തോ കട്ടിലെ പോകത്ത് ഇനി ചോദ്യം ഉണ്ടാവോന്ന്? ഇല്ലല്ല. ഇല്ല എങ്കിൽ വലതുകൈ ഉയർത്തിയൊരു കല്ലേലി പറഞ്ഞേ. നാളെ കാണാം. നാളെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ, എടി നിന്റെ കല്യാണം ഒന്നും കഴിഞ്ഞില്ലേ? അപ്പോഴും വരും ചോദ്യം കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് കേട്ടോ. ഒരിക്കലൊരു വല്യമ്മച്ചനോട് ചോദിച്ച ചോദ്യം, അച്ഛൻ പറയുന്നതൊക്കെ ശരിയാ, പിന്നെ എന്തി അച്ഛാ ഞങ്ങൾ ഇത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം ഞങ്ങൾക്ക് തരാത്തേ? എന്തി തരാത്തേ? അച്ഛൻ പറയുന്നത് ശരിയല്ലേ? കൂടെയുള്ള ദൈവ, ഞാൻ ഇത്ര വിളിച്ചാൽ കടന്നു വരുന്നൊരു ദൈവ, എൻ്റെ കണ്ണീരിന് ഉത്തരം തരുന്നൊരു ദൈവ, പിന്നെ എന്തി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം തരാത്തേ? ഒരു ഉത്തരം പറഞ്ഞുതരാം, അപ്പൊ ഉത്തരം കിട്ടും. പേടിക്കണ്ട. കല്യാണം കഴിഞ്ഞാണോ? കണ്ട പറയില്ല കേട്ടോ. തിരിഞ്ഞേക്ക്. എത്ര പിള്ളേരുണ്ട്? 2 പിള്ളേര്. പറഞ്ഞാ കേക്കോ? പറഞ്ഞാ കേക്കും. ഒന്ന് പോവേട്ടാ. അല്ല, പോവാനല്ല, പറഞ്ഞാ കേക്കൂന്ന്. എന്തോരെത്തി? 2 1 ആയിരിക്കണേ. ഇതനുസരിക്കോ? കുഴപ്പമില്ല.
നേരത്തെ അനുസരിക്കുന്നതാണ് ഇപ്പൊ കുഴപ്പമില്ലെന്നാ. ഇനി ഇത് കൂടുതൽ ചോദിച്ചപ്പോ തീർന്നു കേട്ടോ. ഒരെണ്ണോ ആ കുഴപ്പമില്ല. അല്ല വേറെ എത്രയില്ല? ഒന്നില്. അത് പിന്നെ എന്തെങ്കിലും അനുസരിച്ചിരിക്കും. ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാം സാധിച്ചു കൊടുക്കോ? അങ്ങനെ സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തേ സാധിച്ചു കൊടുത്ത? പൈസയുടെ കാര്യമില്ല. മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ? യെസ് ഓർ നോ? നോ. വൈ? അത് നമ്മളെക്കൊണ്ട് പറ്റില്ല. അത് തന്നെ. അവരാവശ്യപ്പെടുന്ന കാര്യം പൈസക്കുണ്ട്, ആവശ്യത്തിന് പൈസക്കുണ്ട്. അവരാവശ്യപ്പെടുന്നൊരു കാര്യം മോശപ്പെട്ടൊരു കാര്യമാണ്, അവരുടെ ജീവിതത്തിന് നല്ലതല്ലാത്തൊരു കാര്യമാണ്. സാധിച്ചു കൊടുക്കോ? യെസ് ഓർ നോ? നോ. സാധിച്ചു കൊടുക്കില്ല. പറ്റിയതെന്താ? അവർക്കറിയാം. കൊടുക്കോ? കൊടുക്കില്ല. ഭക്ഷണം കഴിക്കാതിരുന്ന ഒരു മാസം കൊടുക്കോ? ചത്തോക്കോട്ടെ നോക്കി. അതന്നെ. ഞാനൊരു തമാശക്ക് ഉദാഹരണങ്ങൾ ചോദിക്കുന്ന വെച്ചിട്ട് അവള് നല്ല കൊച്ചാണ് കേട്ടോ. ഓക്കെ. പിന്നെ അവള് നിർബന്ധം പിടിച്ചാലാ? നമുക്ക് നല്ല കാര്യമാണെങ്കിൽ മാത്രമാണ് സാധിച്ചു കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ സാധിച്ചു. അത് ആർക്ക് തോന്നണം? എനിക്ക് തോന്നണം. അവൾക്ക് തോന്നിയാലോ? അവൾക്ക് തോന്നി ശരി, രക്ഷയില്ല. അത് അവളുടെ ഇഷ്ടം. അവൾക്ക് തോന്നിയിട്ട് കാര്യമില്ല, നമുക്കും തോന്നണ്ടേ? ആർക്ക്? എനിക്ക്. മാറ്റിയിരുത്തി, ഈ തന്തേനെ മാറ്റിയിരുത്തി. ഓക്കെ, പോലീസോട്ട് വന്നേ. എത്ര കൊച്ചങ്ങളുണ്ട്? 2 മക്കള്. പറഞ്ഞാ കേക്കോ? ഞാൻ പറഞ്ഞ അവര് കേൾക്കും. പിന്നെ ആര് പറഞ്ഞാലേ കേക്കാത്തെ? പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും പറഞ്ഞാലും കേൾക്കും. മുഴുവൻ അനുസരിക്കില്ല എന്ന് മാത്രം. പറഞ്ഞാ കേൾക്കും, മുഴുവൻ അനുസരിക്കത്തില്ല, പാർട്ടി അനുസരിക്കത്തുള്ളൂ. ഇതൊരു പാവം മനുഷ്യനാട്ടാ. പോട്ടെ, കയ്യിലിരിപ്പ് നല്ലെന്ന് എനിക്കറിയാം, മനസ്സിലാവട്ടെ. ഓക്കെ, പോലീസ് ചേട്ടാ, ഈ പിള്ളേരെ എത്രയില പഠിക്കണേ? പിള്ളേര് മോളെ കല്യാണം കഴിച്ചു. മോൻ BCom കഴിഞ്ഞു, ഒരു ഡിപ്ലോമയ്ക്ക് പോയി, അതും കഴിഞ്ഞു. ഇത്രയും വലിയ പിള്ളേരുടെ അപ്പനാണോ? കണ്ണ പറയില്ലട്ടോ. ഓക്കെ, പോലീസ് ചേട്ടാ, മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ? എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റില്ല നമുക്ക്. എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ അവര് മുഴുവൻ പറയണത് മുഴുവൻ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരാ? കുട്ടികളുടെ തന്താ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഒന്നാമത് നമ്മുടെ സാമ്പത്തികം നോക്കണം. പിന്നെ അവരുടെ നല്ല കാര്യങ്ങൾ അവര് നല്ലതാണോ ചീത്താണോ നോക്കണ്ടേ? ആര് നോക്കണം? നമ്മൾ നോക്കണം. അവർക്ക് നല്ലതാണെങ്കിലോ? അവർക്ക് നല്ലതാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതാന്ന് തോന്നണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് നല്ലതാന്ന് നീ കൊടുക്കോ? കൊടുക്കില്ല. അവർക്ക് നല്ലതാന്ന് തോന്നണം മുഴുവൻ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചീത്തയാവും. തന്തേട്ടാ തന്ത. അവരാവശ്യപ്പെടുന്ന കാര്യത്തിന് വേണ്ടി മിണ്ടാതിരുന്നു, കൊടുക്കോ? മിണ്ടാതിരുന്ന എങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാ? അല്ല, സോറിനോ കൊടുക്കോന്ന് ചോദിക്കണ കാര്യത്തിന് വേണ്ടി പപ്പ കൊടുത്തില്ല, പപ്പ തന്നില്ല, കൊടുക്കില്ല. കൊടുക്കാത്ത കാര്യത്തിന് വേണ്ടി അവര് മിണ്ടാതിരുന്നു, കൊടുക്കോ? അവര് മിണ്ടാതിരുന്നോട്ടെ. ഭക്ഷണം കഴിക്കാതിരുന്നു, ഭക്ഷണം കഴിക്കാണ്ട് അവർ വിശക്കുമ്പോ കഴിച്ചോളും, ആവശ്യമുണ്ടെങ്കിൽ. പൗലസണ്ണി ഇത്രയും ഫാൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഭക്ഷണം കഴിക്കാതിരുന്നു, മിണ്ടാതിരുന്നു, ഒരു മാസം അപ്പയുടെ അവഗണിച്ച് കളയാ. അവർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെന്ന് അവഗണിക്കുക, പപ്പയോട് മിണ്ടുന്നില്ല, കൂട്ടുകൂടുന്നില്ല, കാര്യം സാധിച്ചു കൊടുക്കോ? അങ്ങനെ സാധിക്കാൻ പറ്റില്ല നമുക്ക്. ഒരു തന്ത വന്നേക്കാ. ഇനി 2 സ്ത്രീകളെയും പിടിക്കണം എനിക്ക് കേട്ടോ. ചേച്ചിങ് വന്നേ. വാ. അല്ല, അവിടെ നിൽക്ക്. എത്ര പിള്ളേരുണ്ട്? 2 മക്കള്. പറഞ്ഞ കേക്കോ? കേൾക്കും. എല്ലാ കാര്യങ്ങളും കേൾക്കില്ല, കുറച്ച് കേൾക്കും. നല്ല അമ്മയാ, കുഴപ്പമില്ല. മുക്കാൽ ഭാഗം കേൾക്കും. മുക്കാൽ ഭാഗമൊക്കെ അളന്ന് കേൾക്കുന്ന മക്കളാ. ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. ഏത് സ്ഥലം അത്? എന്തേ സാധിച്ചു കൊടുക്കാത്ത? അവർക്ക് അങ്ങനെ എല്ലാം സാധിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കൂല. ആരും സമ്മതിക്കില്ല? ഞങ്ങൾ സമ്മതിക്കില്ല. നമുക്കും തോന്നണ്ടേ? ആരക്ക്? കാരണന്മാർക്ക് തോന്നണം. ഏത് കാരണന്മാർക്ക്? അപ്പനും അമ്മയ്ക്കും തോന്നണം.
അവരാവശ്യപ്പെടുന്ന കാര്യം അവർക്ക് അമ്മയോട് പറയാം, അമ്മ എനിക്കത് പറ്റും, എനിക്കത് വേണം, എനിക്കത് വേണം എന്ന് വാശി പിടിക്കുക. എന്നാലും സാധിച്ചു കൊടുക്കോ? ഇല്ല. പറ്റിയതുള്ള വാശി പിടിച്ചിട്ടില്ല. വാശി പിടിച്ചിട്ടില്ല. ആരെങ്ങൾക്ക് ബോധമില്ല ചേട്ടാ കേട്ടോ. വാശി പിടിച്ചാലും സാധിച്ചു കൊടുക്കോ? ഇല്ല. ഇല്ല. നിർബന്ധം പിടിച്ചാലും ഇല്ല. വഴക്കിട്ടാലും? ചേച്ചി വന്നേ. വഴിയോടെ കടി കേറുക്ക്. എത്ര പിള്ളേരുണ്ട്? രണ്ടുപേര്. പറഞ്ഞ കേക്കോ? ഇപ്പൊ കേക്കൂ. പണ്ടുണ്ടാർന്നില്ല. ഇങ്ങനെ നീങ്ങുന്നേ. പിള്ളേര് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ? എല്ലാം കൊടുക്കാൻ പറ്റില്ല അച്ഛാ. പിന്നെ എല്ലാം കൊടുക്കില്ല. പിന്നെ ഏതാ കൊടുക്കണേ? അങ്ങനെയല്ല, നമുക്ക് കൂടി തോന്നണ്ടേ. ആർക്ക്? എനിക്കും വീട്ടിലുള്ളവർക്കും തോന്നണ്ടേ. വീട്ടിലുള്ള ആർക്ക്? എനിക്കും എൻ്റെ കെട്ടിയവനും തോന്നണ്ടേ. കൊള്ളാം. ആ പുള്ളി ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, വന്നിട്ടില്ല. ആ പാവം പോട്ടെ കേട്ടോ. ഓക്കെ, രണ്ടുപേർക്കും കൂടി തോന്നിയാലാ? വാശി പിടിച്ചാ? അങ്ങനെ വാശി പിടിച്ചാ കൊടുക്കും. നിർബന്ധം പിടിച്ചാ? ഇല്ല, കൊടുക്കൂല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത് രണ്ട് അമ്മമാരിരിപ്പുണ്ട്, രണ്ട് അപ്പന്മാരിരിപ്പുണ്ട്. ഇവര് അങ്ങോട്ട് തിരിഞ്ഞേ, അങ്ങോട്ട് തിരിഞ്ഞേ. ഇവര് പറയാ മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് കൂടി തോന്നണം, ഇവർക്ക് ഭാര്യയും ഭർത്താവിനും കൂടി തോന്നണം മക്കൾക്ക് അത് ആവശ്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ സാധിച്ചു കൊടുക്കും. അത് എത്ര അറ്റം പോയിട്ടാണെങ്കിലും സാധിച്ചു കൊടുക്കും. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും സാധിച്ചു കൊടുക്കും എന്നവർ പറയണേ. ഇവർ 4 പേരും നല്ല അപ്പനും നല്ല അമ്മമാരാണെങ്കിൽ നിങ്ങൾ കൈയടിച്ചേ. പണിയാൻ തരാട്ടാ. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവർ പറയുന്നു എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്താൽ നല്ല അമ്മയാവില്ല. ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്താൽ നല്ല അപ്പനാവില്ല. നമ്മൾ എന്നും വിളിക്കുന്ന അപ്പൻ എല്ലാ കാര്യങ്ങളും അപ്പം സാധിച്ചു തരുമോ? പോയിരുന്നേ. പൊക്കോ. താങ്ക് യു. പൊക്കോ. പൗലോസ് അണ്ണക്ക് ഇത്ര ഫാൻസ് ഉണ്ടല്ലോ ഇവിടെ. ഓ, ഫാൻസ് അസോസിയേഷൻ തുടങ്ങാറുന്നില്ലേ? ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വർഗീയ അപ്പൻ അപ്പം സാധിച്ചു തരുമോ? സാധിച്ചു തരുമോ? ഇല്ല. ചില കാര്യങ്ങൾക്ക് വേണ്ടി നീ എത്ര കരഞ്ഞാലും സാധിച്ചില്ല. ചില കാര്യങ്ങൾക്ക് വേണ്ടി നീ എത്ര വേദനിച്ചാലും സാധിച്ചില്ല. ചില കാര്യങ്ങൾക്ക് വേണ്ടി നീ ഉപവാസം എടുത്താലും സാധിച്ചു കിട്ടില്ല. ചില കാര്യങ്ങൾക്ക് വേണ്ടി നീ കണ്ണുനീരോടുകൂടെ അവൻ്റെ മുമ്പിൽ നിന്നാലും കിട്ടില്ല. ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വേണ്ടാന്ന് നീ വെച്ചാൽ പോലും നിനക്ക് കിട്ടില്ല. നീ ഓർക്കണം, ചിലപ്പോൾ ചില കാര്യം നിന്റെ ജീവിതത്തിന് നല്ലതല്ലെന്ന് ആർക്കറിയാം? 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 ദൈവത്തിനറിയാം. അങ്ങനെയുള്ള കാര്യം ദൈവം നിങ്ങൾക്ക് തരുമോ? തരുമോ? ഇല്ല, തരില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കൊച്ച് സ്വന്തം ഒരു അമ്മ സ്വന്തം കൊച്ചിൻ്റെ കയ്യിൽ, ഒരു കുഞ്ഞു കൊച്ചിൻ്റെ കയ്യിൽ ഒരു കത്തി കൊടുക്കോ? കത്തി കൊടുക്കോ? ഇല്ല. എൻ്റെ കൈ മുറിയുമെന്ന് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. കൊച്ചിനറിയോ? ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം അത്. എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും കിട്ടില്ല. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിന്റെ പുസ്തകം നിങ്ങൾക്കുണ്ടോ? യാക്കോബിന്റെ പുസ്തകം ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തേ. 4:3. യാക്കോബ് 4:3. പെട്ടെന്ന് എടുക്കണേ. നിങ്ങൾ യാചിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ മോഹങ്ങളിൽ ചെലവിടേണ്ടതിന് തിന്മയായി യാചിക്കുന്നത് മൂലം ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഒന്നുകൂടി ആ വചനം കേട്ടോ. ആ വചനം നിങ്ങളുടെ മനസ്സിൽ എഴുതി വയ്ക്കണം. കുറെ പേര് അച്ഛനോട് ചോദിക്കുന്നൊരു ചോദ്യാ, അച്ഛാ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല? ഉത്തരം എവിടെയുണ്ട്? പിടിച്ചോ എന്ന് പറഞ്ഞ മോളെ. നിങ്ങൾ യാചിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ യാചിക്കുന്നുണ്ട്, യാചിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ മോഹങ്ങളിൽ ചെലവിടേണ്ടതിന് തിന്മയായി യാചിക്കുന്നത് മൂലം, തിന്മയായിട്ടുള്ളത് യാചിക്കുന്നത് മൂലം ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അത് കൃത്യമായിട്ട് ഇപ്പൊ യുഎസ് ബൈബിൾ വളരെ സുന്ദരമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ
അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് അത് തരാത്തത്. നിങ്ങൾ ചിന്തിച്ചോണം, എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരില്ല. ഒന്നാമത്തെ ഉത്തരം, എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത? ഒന്നാമത്തെ ഉത്തരം, ഞാൻ ചോദിക്കുന്ന ചില കാര്യം എൻ്റെ ജീവിതത്തിന് നല്ലതല്ലെന്ന് എൻ്റെ സ്വർഗീയ അപ്പനറിയാം, അതുകൊണ്ട് തരില്ല. രണ്ടാമത്തെ ഉത്തരം, എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല? അതുകൊണ്ടും പറഞ്ഞിട്ട് അച്ഛൻ നിർത്താട്ടോ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ചേ. രക്ഷിപ്പാൻ കഴിയാത്ത വിധം. യെസ്, വളരെ സുന്ദരമായ ഒരു വചനമാണത് കേട്ടോ. ആ വചനം ഒന്ന് കാണാപ്പാടൊക്കെ പഠിക്കുന്നത് നല്ലതാ. യേശയ്യാ 59:1-2 ഒന്ന് പറഞ്ഞ മോളെ. രക്ഷിപ്പാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കൈ ചെറുതായിട്ടില്ല. കർത്താവ് പറയാ, എടാ ജോസഫ്, പൗലോസ്, മേരിക്കുട്ടിയെ, ലൂസിക്കുട്ടിയെ, ജോസഫ് കുട്ടിയെ, വർഗീസ്, മേഴ്സിയെ, ജെസ്സിയെ, എടിയെ, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരത്തിന് കുറുകലൊന്നുമില്ല, എൻ്റെ കൈ ചെറുതായിട്ടില്ല. നീ പ്രാർത്ഥിക്കണതൊക്കെ ഞാൻ കേക്കണ്ട്. പൗലോസേ, ഞാൻ കേക്കണ്ട്. റെജിയെ, ഞാൻ കേക്കണ്ട്. മേഴ്സിയെ, സൂസൻ, ഞാൻ കേക്കണ്ടെന്ന്. നീ പ്രാർത്ഥിക്കണതൊക്കെ ഞാൻ കേക്കണ്ട്. എൻ്റെ കൈ കുറുകി പോയിട്ടില്ല. അടുത്തത് മോളെ. കേൾപ്പാൻ കഴിയാത്ത വിധം അവന്റെ ചെവി മന്ദമായിട്ടില്ല. കർത്താവ് പറയാ, എടി മേഴ്സിയേ, എൻ്റെ ചെവി ഞാൻ പൊട്ടനൊന്നല്ല, നീ പ്രാർത്ഥിക്കണതൊക്കെ ഞാൻ കേക്കണ്ട്. പിന്നെ എന്തുകൊണ്ടാ ദൈവം ഇടപെടാത്ത? ഉത്തരം പിടിച്ചോ. അടുത്ത വചനം, നിങ്ങളുടെ പാപങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്ത? ജീവിതത്തിൽ പാപങ്ങളുണ്ട്. അടുത്ത വചനം കൂടി വായിച്ച മോളെ. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാത്ത വിധം അവന്റെ മുഖം നിങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാ ദൈവം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരാത്തെന്നറിയോ? എന്തുകൊണ്ടാ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തെന്നറിയോ? നിങ്ങൾ ആദ്യം ചിന്തിച്ചു നോക്ക്, എൻ്റെ ജീവിതം വിശുദ്ധമാണെന്ന്. അവിടെ പൗലോസച്ചൻ പറഞ്ഞ കാര്യം ഞാൻ ചേർത്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞു, കൂടെയുള്ള ദൈവം, ആ ദൈവം ഇടപെടുന്ന ദൈവ, എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ദൈവ, എന്നെ രക്ഷിക്കുന്ന ദൈവ, എന്നെ സ്നേഹിക്കുന്ന ദൈവ. ആ സ്നേഹിക്കുന്ന ദൈവം എന്തുകൊണ്ട് സ്നേഹിക്കുന്ന മക്കൾക്ക് തരാത്ത? ഒന്നാമത്തെ ഉത്തരം, ചില കാര്യങ്ങൾ ചില മാതാപിതാക്കൾ തരില്ല നല്ലതിന് വേണ്ടി. രണ്ടാമത്തെ ഉത്തരമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാ? ദൈവത്തിന് നിരക്കാത്ത പാപം ചെയ്യുമ്പോ, മക്കൾക്ക് ഒരു അപ്പനെ നിരക്കാത്ത തിന്മ മകളും ചെയ്യുമ്പോ, ആ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റണില്ല. അതാ സത്യം. നിങ്ങൾ ചിന്തിച്ചോക്കെ, സ്വന്തം ജീവിത പങ്കാളിയെ പറ്റിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ കണ്ണുനീരൊഴുക്കി, ദൈവമേ എൻ്റെ കടബാധ്യത മാറ്റിത്താ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ദൈവം കേൾക്കോ? ഉത്തരം പറ. ഇല്ല. സ്വന്തം അപ്പനെതിരെ കേസ് കൊടുത്ത് സ്ഥലം ഭാഗം വെച്ചപ്പോൾ അനിയനെ കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞ് ചേട്ടൻ കേസ് കൊടുത്തൊക്കെ അപ്പനെതിരെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മകന്റെ പ്രാർത്ഥന ദൈവം കേൾക്കോ? കേൾക്കില്ല. അച്ഛനെ ഇവിടെ നിന്നിട്ട് പറയാം, ഇത്രയും ധ്യാനിപ്പിച്ചോണ്ട് പറയാം, ആരുടെയെങ്കിലും ഒരു നീതിമാന്റെ കണ്ണീര് നിന്റെ ജീവിതത്തിൽ വീണിട്ടുണ്ടെങ്കിൽ നീ ഓർത്തോ, നിന്റെ കുടുംബവും നിന്റെ ജീവിതവും തകർന്നു പോകും. അത് സത്യ. അച്ഛൻ ഇത്രയും ധ്യാനിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയാ. 100-400 പള്ളിയിലെങ്കിലും അച്ഛൻ പോയിട്ടുണ്ട് ഈ ജീവിതത്തിൽ. എല്ലാ ദിവസവും കൺവെൻഷൻ ഉണ്ട് അച്ഛന്. അച്ഛൻ കാര്യമായിട്ട് പറയാ, ആരുടെയെങ്കിലും കണ്ണീര് നിന്റെ ജീവിതത്തിൽ വീണിട്ടുണ്ടെങ്കിൽ നീ ചിന്തിച്ചോ, നീ തകർന്നു പോവും. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും അച്ഛൻ കാണിച്ചു തരാം. സമയമില്ലാത്തോണ്ടാ. ഇന്ന് എന്നെ ഒരു കുടുംബം വിളിച്ചേക്കാ UK-ന്ന്. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ അനിയന് കൊച്ചങ്ങളില്ല. ഞാൻ ചോദിച്ചു, ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറയാ, ഇവരുടെ ജീവിതത്തിൽ എവിടെയോ ഒരു അബോർഷൻ നടന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഞാൻ കുറച്ചു നേരത്തിന് ശേഷം ഒരു 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മനസ്സ് പറയും ഒരു അബോർഷൻ നടന്നിട്ടുണ്ട്. ഞാൻ ഇവരെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, വാട്സപ്പിൽ വന്നു, എന്നെ ഒന്നുകൊണ്ട് കോൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു അബോർഷൻ നടന്നിട്ടുണ്ടോ? ഒരു ആകെ ഷോക്കായി.
അതിനോട് ചോദിച്ചു അച്ഛൻ എങ്ങനെ ഇത് മനസ്സിലായി എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അച്ഛ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു വീട്ടിലെവിടെയോ അബോർഷൻ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാ. ഉവ്വച്ച, എൻ്റെ മാതാപിതാക്കള് ഞങ്ങൾക്ക് 3 പെണ്ണുങ്ങളായിരുന്നു. അല്ല 3 വെച്ചാൽ മൂന്നാമത്തെ കൊച്ച്, രണ്ടാമത്തെ വെവൻ, അവനും കൂടി കഴിഞ്ഞൊരു പെണ്ണ് ജനിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ അബോർട്ട് ചെയ്ത് കൊന്നു. അതിൻ്റെ കുഴപ്പം അറിയോ, എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് അച്ഛനൊരു കൊച്ചുണ്ടായേ. എൻ്റെ അനിയനിപ്പോൾ കൊച്ചങ്ങളില്ല. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് നമ്മുടെ കുടുംബത്തെ തന്നെ ബാധിക്കും. അത് ചിലപ്പോഴൊക്കെ നിങ്ങൾ ഓർത്തൊക്കെ, യോനാ പ്രവാചകനോട് തമ്പുരാൻ പറഞ്ഞു എവിടെ പോവാൻ? ഉത്തരം പറ. നിനിവേ പോകാൻ പറഞ്ഞു. അവൻ എവിടേക്കാ പോയേ? തർസൂസിലേക്ക് പോയി. എന്താ പറ്റിയേ? അവൻ സഞ്ചരിച്ച കപ്പലിനാ ബുദ്ധിമുട്ടുണ്ടായേ. അവന് ബുദ്ധിമുട്ടുണ്ടായോ? അവന് ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല, അവന്റെ കപ്പലിനാ ബുദ്ധിമുട്ടുണ്ടായേ. കപ്പൽ ആടി ഉലയാൻ തുടങ്ങിയേ. അവൻ കിടന്നുറങ്ങായിരുന്നു സ്വസ്ഥായിട്ട്. എപ്പ അവനെ പുറത്തിറക്കിയോ അപ്പൊ കപ്പൽ ശരിയായി. നീ സഞ്ചരിക്കുന്ന കപ്പലേതാ? നിന്റെ കുടുംബ. ഇപ്പൊ എല്ലാത്തിൻ്റെ മുഖം സീരിയസ് ആയിട്ടോ. സീരിയസ് ആവാൻ വേണ്ടി പറഞ്ഞതല്ല, അച്ഛൻ വളരെ ആത്മാർത്ഥതയോടെ പറയാ, നീതിമാന്റെ കണ്ണീര് നിങ്ങളുടെ ജീവിതത്തിൽ പതയാൻ പാടില്ല. പറ്റിച്ചതും ഇടവേ ഞാൻ എന്തും പറഞ്ഞറിയോ, ഒരു 1000 രൂപ നിങ്ങൾ ഉണ്ടാക്കിയ, 1000 രൂപ നിങ്ങൾ ഉണ്ടാക്കിയ, നിങ്ങളുടെ വീട്ടിൽ 1000 രൂപ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആര് തീരുമാനിക്കണം? ദൈവം തീരുമാനിക്കണം. ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും കിട്ടുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും തടസ്സം? 2 ഉത്തരങ്ങളുണ്ട് അതിൽ. ഒന്നാമത്തെ ഉത്തരം, ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നല്ലതല്ലാത്തതുകൊണ്ടായിരിക്കും ദൈവം തരാത്ത. രണ്ടാമത്തെ ഉത്തരം, എൻ്റെ ജീവിതം വിശുദ്ധമാണോ എന്ന് ചിന്തിക്കുക. അവിടെ പൗലോസച്ചൻ പറഞ്ഞ കാര്യം ഓർക്കണം കേട്ടോ. എൻ്റെ ജീവിതം വിശുദ്ധമാണോ ചിന്തിക്കുക. ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഈ 2 കരം നീട്ടുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്ക്, ഞാൻ വിശുദ്ധമാണോ എന്ന്. തെറ്റായൊരു ബന്ധത്തിൽ പെട്ട് കിടക്കുന്ന ഒരു പെൺകുട്ടി പറയാ, അച്ഛ പ്രാർത്ഥിക്കച്ച. ഒരിക്കലും കല്ലൂർ റിന്യൂ സെന്ററിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു പെൺകൊച്ചു പറയാ, അച്ഛ 5 പ്രാവശ്യം പരീക്ഷ എഴുതി, നന്നായിട്ട് പഠിക്കണ വെച്ച്. അവള് പാസ്സാവണില്ല വിദേശത്ത് പോവാൻ. ഞാൻ തലയിൽ കൈവയ്ക്കും, എൻ്റെ മനസ്സ് പറയാതെ ഈ കൊച്ചിന് തെറ്റായൊരു ബന്ധമുണ്ട്, അരുതാത്തൊരു ബന്ധമുണ്ട്. കൈയെടുത്ത വഴിക്ക് ഞാൻ ചോദിച്ചു, എടിയേ തെറ്റായൊരു ബന്ധമുണ്ട് നിനക്ക്? അവൾ പറഞ്ഞില്ലച്ചോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞില്ലച്ചോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം അവളെ എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛാ ഉണ്ടച്ചാ, എൻ്റെ പഴയ കാമുകനായിട്ട് ഞാനൊരു ബന്ധം സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ പറഞ്ഞു, നീ എന്ന് ഉപേക്ഷിക്കുന്നു? നീ വിദേശത്ത് പോയിരിക്കും. ഇന്ന് UK അവൾ ജോലി ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ. ഞാനതാ പറഞ്ഞത് നിങ്ങളോട്, നിന്റെ പാപങ്ങൾ നീ കഴുകിക്കളയുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടാവും. മറ്റുള്ളവന്റെ കണ്ണീര് വീഴ്ത്താതെ നീ ജീവിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടാവും. മറ്റുള്ളവന്റെ തകർച്ചയ്ക്ക് നീ കാരണമാകാതിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടാവും. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അച്ഛൻ നിർത്താ, 3 മിനിറ്റ് കൂടി പോയിട്ടുണ്ട്, നിർത്താ. ബോറടിച്ചില്ലല്ലോ? അറിയോ? ഓക്കെ. ഞാൻ പറഞ്ഞു വെച്ച കാര്യം ഒന്ന് ക്രോഡീകരിക്കുക. അച്ഛൻ പറഞ്ഞു, ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൂടെ ഉള്ളൊരു ദൈവമുണ്ട്. എന്ത് സങ്കടം വന്നാലും ആരെപ്പോലെ അടുത്തിരിക്കണം? മറിയത്തെ പോലെ ഈശ്വരൻ അടുത്തിരിക്കണം. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടും ഇത്ര അടുത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത 2 റീസൺസ് അച്ഛൻ പറഞ്ഞു വെച്ചു. ഒന്നാമത്തെ റീസൺ, നമ്മുടെ ജീവിതത്തിന് നല്ലതല്ലെന്ന് ആർക്കറിയാം? നമ്മുടെ അപ്പനറിയാന്നേ. ആ അപ്പൻ നല്ലതേ തരൂ. അപ്പന്മാരും അമ്മമാരും മക്കൾക്ക് മോശമായിട്ട് കൊടുക്കോ? മോശമുള്ളത് കൊടുക്കോ? ഇല്ല. നിങ്ങൾക്ക് മോശമായിട്ടുള്ളത് തരില്ലടോ, നല്ലതേ തരുള്ളൂ. അതിനു വേണ്ടി നിങ്ങൾ എത്ര കരഞ്ഞാലും നല്ലതാണെങ്കിലേ തരുള്ളൂ. രണ്ടാമത്തെ ഉത്തരം ഏതാ? എൻ്റെ ജീവിതത്തിലെ പാപമുള്ളതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വരാത്ത. പിശാച് നിൻ്റെ ഉള്ളിലുള്ളപ്പോൾ എങ്ങനെയാണ് ദൈവത്തിന് വരാൻ പറ്റുക? നീ ഒരു ധൂർത്തപുത്രനായ തിരിച്ചു വരാൻ മനസ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ 7 ദിവസം അതിനുള്ള ദിവസങ്ങളാണ്. ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുക കേട്ടോ. അമ്മയെപ്പോലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പേടിക്കണ്ട. അമ്മയെപ്പോലെ ഈശോനെ ചേർത്ത് പിടിക്കുക. എത്ര വിഷമമുണ്ടെങ്കിലും ചിന്തിക്കുക, ദൈവമുണ്ട്. എന്നിട്ട് നീ പ്രാർത്ഥിച്ചോക്ക്, നിന്റെ ജീവിതം വിശുദ്ധമാക്കിയിട്ടൊന്ന് പ്രാർത്ഥിച്ചോക്ക്, നിനക്ക് അനുഗ്രഹം ഉണ്ടാകും കേട്ടോ. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. താങ്ക് യു കേട്ടോ. വചനപ്രഘോഷണം ഇഷ്ടമായോ? ബോറടിച്ചോ? അറിയോ? ഓക്കെ. ഇഷ്ടമായെങ്കിൽ തമ്പുരാനെ മഹത്വപ്പെടുത്തി നല്ലൊരു കൈയുടെ തമ്പുരാനോടത്തെ. ഒന്നും കൂടി വിളിച്ചതിന് ചോദിച്ചാ ഒത്തിരി നന്ദി കേട്ടോ. താങ്ക് യു. എന്നെ കേട്ടിരുന്നതിനും പിന്നെയും പിന്നെയും നന്ദി. നിങ്ങൾ നല്ല മനുഷ്യരാട്ടോ. സൂപ്പർ. ഞാൻ എവിടെ പോയാലും ഈ പള്ളിനെ കുറിച്ച് പറയും. ഓ എന്താ